Hi, sir. Good morning. മുമ്പിലെ സാധനം പുതിയ വണ്ടി എടുത്തിട്ട് പോകാൻ കൂടി അവർക്ക് കഴിയുന്നില്ലല്ലോ കഷ്ടം. ഞാൻ ഇന്ത്യൻ മാർക്കറ്റാണ് ചെയ്തിരുന്നത്. പിന്നെ ഇപ്പൊ ചെയ്യുന്നില്ല കുറച്ചായിട്ട്. ഓക്കെ. ഗ്രീനാണോ? ഓക്കെ. സാർ ഇത് റെക്കോർഡ് ഉണ്ടാവോ നമുക്ക്? ഞാനിപ്പോ ഒരു ഇതില് ജോബിന് എൻ്റർ ചെയ്യാൻ പോവാണ്. ഓഫീസിലാണ്. അപ്പോ ചിലപ്പോ ഒന്ന് കട്ടാവും. അപ്പോ ഈ റെക്കോർഡ് ഒന്ന് അയച്ചെന്നാൽ ഭയങ്കര ഉപകാരമായിരിക്കും. ഓക്കെ ഓക്കെ, ഞാൻ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ.
ഹലോ. ബ്രോ, സ്കാൽപ്പിംഗ് ആണെന്ന് പറഞ്ഞു. ഇപ്പൊ സ്കാൽപ്പിംഗ് ആകുമ്പോൾ ഒരു അത്യാവശ്യം കുറെ ബ്രോക്കേഴ്സ് ഒന്നും സ്കാൽപ്പിംഗ് അലൗഡ് അല്ലല്ലോ. ഇല്ല, ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഓൾറെഡി ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് മിക്ക കുറെ ഫോറക്സ് ആണ്. ആ ഉണ്ട്. ബിനാൻസ് കേട്ടിട്ടുണ്ട്.
ഓക്കെ ഓക്കെ. ഉണ്ട് ബ്രോ, ഒരു ഡൗട്ട് ഉണ്ടേ. നമ്മളിപ്പം ഹലോ, കേൾക്കുന്നുണ്ടോ? ആ ഓക്കെ. ഇപ്പം നമുക്കൊരു ഫണ്ട് അക്കൗണ്ട് വഴി ഇത് യൂസ് ചെയ്യാൻ പറ്റും, ഈ ഒരു ആൽഗോരിതം ഉപയോഗിക്കാം? ഓക്കെ അല്ലേ, ഓക്കെ ഓക്കെ. അതായത് ഞാൻ ചോദിച്ചത്, നമ്മളിപ്പം ഫണ്ട് അക്കൗണ്ട് വഴി ട്രേഡ് എടുക്കുമ്പോൾ ഈ അൽഗോരിതം യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് ആ ഫണ്ട് അക്കൗണ്ട് അടിച്ചു പോകാൻ വല്ല ചാൻസ് ഉണ്ടോ ഞാൻ ചോദിക്കുന്നത്? അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ. അതെ അതെ. ഓക്കെ ബ്രോ, ഓക്കെ ഓക്കെ ഓക്കെ. ബ്രോ ടൂള് മനസ്സിലായി. എനിക്ക് ഡൗട്ട് മീൻസ് നമ്മളിപ്പോ ഒരു ഫണ്ട് അക്കൗണ്ട്, ഞാൻ ബേസിക്കലി ഞാൻ ഇപ്പോൾ ട്രേഡിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഈ ഫണ്ട് അക്കൗണ്ട് ക്രാക്ക് ചെയ്യാൻ എൻ്റെ ഒരു മെയിൻ ഇത്. ഇപ്പൊ നമ്മൾ അത് ക്രാക്ക് ചെയ്യുന്നതിലൂടെ ഇത് ചെയ്യുമ്പോൾ അത് അടിച്ചു പോകുന്ന ഡൗട്ട് ഉണ്ടായിരുന്നു. ക്ലിയർ ആയോ? ഇല്ല 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 ഇല്ല. നമുക്ക് ക്യാപിറ്റൽ അത്ര ഒരു ക്യാപിറ്റൽ ഇല്ല ഈ, അതാണ് മെയിൻ കാരണം. ആ നമുക്കൊരു ഇല്ലായിരിക്കും ഇല്ലായിരിക്കും. ഓക്കെ. അതെ അതെ. ഓക്കെ ഓക്കെ. അതെ, ഒരുപാട് ടൈം എടുക്കും.
ഓക്കെ. 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 എത്താൻ പറ്റും. ആ. ഓക്കെ. ആ. ഓക്കെ. ഓക്കെ. ആയി. വന്നു. ഓക്കെ. 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 ഉം. 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 ഇതാണ്. കിട്ടി.
ഹലോ. ഇത് ലൈഫ് ലോങ് ആണോ ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ? ഇതിന്റെ ഫോളോ അപ്പ് നിങ്ങളെ പിന്തുടരുമോ? അതായത് എന്തെങ്കിലും മിസ്റ്റേക്കോ അങ്ങനെ എന്തെങ്കിലും ഇതിലെന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റ് ചെയ്ത് തരുമോ ഏത് സമയത്താണെങ്കിലും? ടൂളിന്റെ മിസ്റ്റേക്ക് എന്തെങ്കിലും വരികയാണെങ്കിൽ? യെസ്. ഇന്ത്യൻ മാർക്കറ്റ് കാണിക്കാൻ പറ്റുമോ? നിഫ്റ്റി
സെൻസെക്സ് നിഫ്റ്റി ആ അതെ. ഉം. വേറെ പിന്നെ കമ്മോഡിറ്റിയില് ഗോൾഡ്, ക്രൂഡ് ഓയില്. ആ ആ ഉം. ആ ആ ഉം ഉം. ആ ആ ആ ആ ഉം. ഇത് ചാർട്ട് 5 മിനിറ്റ് ആണോ? ആ ആ ആ ആ ആ. ഉം. ആ ആ ആ ആ ആ ആ ആ ആ ഉം ഉം. ആ ആ ആ ആ ഉം. ആ ആ ആ. ഗോൾഡ് ഇന്ന് വലിയൊരു ഗ്യാപ്പിലല്ലേ ഓപ്പൺ ആയത്? ആ താഴത്തേക്ക് ഒരുപാട് താഴത്തേക്ക്. ഉം. ആ ആ ആ ആ
ആ ആ ആ ആ ആ. ഉം, 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 ഉം. എന്നാൽ നമുക്ക് ആ ടാർഗറ്റ് ആ പ്രോഫിറ്റ് എന്നാക്കാം, സേവ് ചെയ്ത് എന്നാക്കാൻ പറ്റും, നമുക്ക് മൂവ് ഔട്ട് ചെയ്യാൻ പറ്റും. ആ ആ തന്നെ പോയാൽ മതി. അത് ഞാൻ ഒന്ന് ചോദിക്കുന്നത് എന്താ വെച്ചാല്, ആ മാർക്കറ്റ് പല സമയത്തും പല രീതിയിലല്ലേ വർക്കാവുക. യെസ്, അതായത് ഒരുപാട് ഈ SMC ICT ഒക്കെ ഒന്നും ഇപ്പൊ മാർക്കറ്റിൽ ഇപ്പൊ വർക്ക് ആവണില്ലല്ലോ. വർക്ക് ആകുന്നില്ല, അപൂർവമാണ്. അപൂർവമാണ്. അവസ്ഥയിൽ വർക്ക് ആവണമെന്നില്ല. അതായത് ഞാൻ SMC ആളാണ്. കേൾക്കുന്നുണ്ടോ? ഞാൻ SMC ICT ഒക്കെ പഠിച്ച ആളാണ്. പ്രൈസ് ആക്ഷൻ. ഓക്കെ, എന്റെ ട്രേഡ് ലോസ് വന്ന് $3,500 വാഷ് ഔട്ട് ആയി പോയി. ഓക്കെ. നമ്മൾ ഈ സ്ട്രാറ്റജിയാണ് എപ്പോഴും നോക്കുന്നത്. അപ്പൊ മാർക്കറ്റില് മുമ്പ് വർക്കായിരുന്നു, പക്ഷെ ഇപ്പൊ വർക്കാണില്ല. ഇപ്പൊ അപ്പൊ വർക്ക് അതുപോലെ ആവുന്നില്ല. തന്നെ ഈ ടൂള് കുറച്ച് കഴിയുമ്പോ ഇതില് മാർക്കറ്റിൽ വർക്ക് ആവാതെ വരും. അതായത് ആ ഇതിനിപ്പോ നമ്മൾ കൊടുത്തിട്ടുള്ളത്, ഞാൻ ഒരു കാര്യം പറഞ്ഞു, നമ്മള് ഈ ഒരു ടൂളിന്റെ ബാക്ക് എൻഡിൽ, അതായത് ഒരു അൽഗോനെയാണ് നമ്മൾ കാര്യങ്ങളുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട്. ആ ആ അപ്പൊ അതിന് ഇപ്പൊ നിലവിൽ ഏകദേശം ഒരു 20,000 മേലെ ഡാറ്റ അതിന് ഓൾറെഡി പഠിപ്പിച്ചു കഴിഞ്ഞു. ആ ആ ആ 20,000 മേലെ ഡാറ്റാസ്, അതായത് പാസ്റ്റിൽ നടന്ന, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് ഒരിക്കലും മുന്നിലേക്ക് ഇതിനൊരു സിസ്റ്റം ഉണ്ട്, ട്രേഡിംഗ് കാര്യത്തിലൊരു സിസ്റ്റം ഉണ്ട്. ഒരിക്കലും പുതിയ പുതിയ സ്ട്രാറ്റജി, പുതിയ പുതിയ കാര്യങ്ങൾ മാർക്കറ്റിൽ വരൂല. പാസ്റ്റിൽ നടന്ന സാധനം നമുക്ക് റിപ്പീറ്റ് ആയിട്ടാണ് ഫ്രണ്ടിലേക്ക്. ഇതൊരു അൽഗോരിതാണ് മൊത്തം. ഇതൊരു ലൂപ്പ് ഹോളാണ്, ഒരു സർക്കിളാണ്. ഈ സർക്കിളിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇത് എന്നാകുന്നത്. ഇത് കറങ്ങി വരുന്നത്. ഇപ്പൊ ഏകദേശം അതായത് ഒരു 20 years, പാസ്റ്റ് 20 yearsന്റെ ഡാറ്റ മുതൽ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിലവിൽ ഇപ്പൊ മാർക്കറ്റില് എന്ത് ഇത് വന്നു കഴിഞ്ഞാലും, സ്ട്രാറ്റജി അങ്ങോട്ടായിക്കോട്ടെ ഇങ്ങോട്ടെ, മാർക്കറ്റിന് ഇനി എന്ത് കണ്ടീഷൻസ് ആയിക്കോട്ടെ, ഇതിന്റെ ന്യൂസ് കാര്യങ്ങൾ ഇതൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട് ബാക്ക് എൻഡിൽ. എന്ത് വന്നു കഴിഞ്ഞാലും ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമുക്കൊരു എൻട്രി എന്നാകുന്നത് വരുന്നത്. മാർക്കറ്റ് എന്ത് കണ്ടീഷൻ ആയിക്കോട്ടെ. ഏറ്റവും കൂടുതൽ ഇപ്പൊ ഹൈക്ക് വന്ന് ഇതുണ്ടായ മാർക്കറ്റ് ഗോൾഡ് ആണ്. പെട്ടെന്ന് ഫ്ലിക്വേഷൻ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് ഹെവി ഫ്ലിക്വേഷൻ ആണ് ഗോൾഡ്. അതായത് വോൾട്ടേജ് ഭയങ്കര കൂടുതലാണ് ഉണ്ടായത്. പക്ഷെ അതിലും നമുക്ക് നല്ല റിസൾട്ട് ആണ് ഇതുവരെ നമുക്ക് ഉണ്ടായത്. അതായത് വെറുതെ നമുക്ക് ടൂള്, മാർക്കറ്റിന്റെ കൂടെ ടൂൾ എന്തായാലും പണിയെടുക്കൂല. മാർക്കറ്റിന്റെ കൂടെ എന്തായാലും ഈ സ്ട്രാറ്റജിയും ടൂളും ഈ കാര്യങ്ങളൊന്നും ആവില്ല, അൽഗോ പോവില്ല. മാർക്കറ്റിന് അൽഗോന്റെ കൺട്രോളിലേക്ക് വരുന്ന സമയം മാത്രമാണ് അൽഗോ ഒന്നാകുന്നത്, അവിടെ കാര്യങ്ങൾ ഡിസിഷൻ എടുത്തു തരുന്നത്. ഇപ്പൊ മാനുവലി എന്താണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, എല്ലാവരും ഇന്നാക്കുകയാണ് മാർക്കറ്റിന്റെ കൺട്രോളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അത് നമ്മളെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഹ്യൂമൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമോഷണൽ കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ആരും ഇതിന്റെ പിന്നാലെ 24 മണിക്കൂറും ഇതിൽ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആൾക്ക് അതിന് ഇമോഷണൽ കൺട്രോൾ ചെയ്യാൻ അതിന്റെ ട്രെയിനിങ് അയാൾ എടുക്കും. എങ്ങനെയാണ് നമ്മൾ ആരും ഇതിന്, അതായത് എല്ലാവരും ഇത് നെക്സ്റ്റ് ഒരു ഫ്യൂച്ചർ എന്ന രീതിയിലേക്ക് എടുക്കുന്ന ആൾക്കാരാണ്. എല്ലാവർക്കും ബിസിനസ് ഉണ്ടാവും, വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവരും പ്രൊഫഷണൽ ആയിരിക്കും. അതായത് ഇപ്പൊ മാർക്കറ്റിലുള്ള ഇപ്പൊ പറയുന്ന 2% ട്രേഡേഴ്സ്, സക്സസ് ആയി നിൽക്കുന്ന ട്രേഡേഴ്സ് എന്ന് പറയുന്നത്, അവര് 24/7 അവരിതാണ് ഡ്യൂട്ടി, അവരുടെ പ്രൊഫഷൻ ഇതാണ്. അപ്പൊ അവര് ഇമോഷണൽ കൺട്രോൾ ചെയ്യാനും കാര്യങ്ങൾ ഇതിനൊക്കെ അവർ അതിൻ്റെതായ ട്രെയിനിങ് എടുക്കുന്നുണ്ട്, മെഡിറ്റേഷൻ എടുക്കുന്നുണ്ട്, കാര്യങ്ങളുണ്ട്, ഇതുണ്ട്. ഇത്രയും എഫേർട്ടിലാണ് അവർ ആ ഒരു സാധനത്തെ എന്ന് പറയാ ഈ ഇമോഷണലും ഈ റിസ്ക് ഇതിനൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുന്നത്. പക്ഷെ നമുക്കൊരു പെട്ടെന്ന് ഒരു ഹ്യൂമൺ നമ്മളൊരു ഹ്യൂമണിനെ എൻ്റർ ചെയ്താൽ ഈ കാര്യങ്ങൾ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റൂല. ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പോകും. നമ്മൾ എത്ര പോകണ്ടെന്ന് വിചാരിച്ചാലും ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഏറ്റവും കൂടുതൽ സംഭവിച്ചത് ലോസ് വന്നാൽ എത്ര സമയം വെയിറ്റ് ചെയ്ത് നിൽക്കും. പ്രോഫിറ്റ് കാണുമ്പോത്തിന് കട്ട് ചെയ്താണ്ട് ക്ലോസ് ചെയ്യും. ഇനിയിപ്പോ നമുക്ക് ഒരു ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ട്രേഡ് എടുക്കും.
പ്രോഫിറ്റ് വന്നാലും നമുക്ക് പ്രശ്നമാണ്, അത് ലോസ് ആയാലും പ്രശ്നമാണ്. അതെ അതെ ഇതിന്റെ നടുവിൽ നിന്ന് നമ്മൾ ഇതിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് സക്സസ് ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് തന്നെയാണ്, അതായത് ഇപ്പൊ നമ്മളിപ്പോ ട്രേഡിങ് അറിയുന്ന ആൾക്കാരും, അതായത് ഇപ്പൊ നമ്മളടുത്ത് ടൂള് പർച്ചേസ് പ്രൊഫഷണൽസ് നമ്മളടുത്ത് എടുക്കലുണ്ട്. അപ്പൊ അവര് പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, അതായത് അവരുടെ സ്ട്രാറ്റജിയുടെ കൂടെ അവർക്കും ഡബിൾ കൺഫർമേഷൻ ആണ് വേണ്ടത്. അതെ ഇപ്പൊ അതെ ലാസ്റ്റ് നമ്മളൊരു ടൂൾ പർച്ചേസ് ചെയ്ത ഒരു വ്യക്തി, ആള് 15 കൊല്ലായിട്ട് ഫോറക്സ് ഗോൾഡിൽ മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതെ ആ അപ്പൊ ആളോട് നമ്മൾ ചോദിച്ചൊരു കാര്യം, നിങ്ങൾ എന്തുകൊണ്ടാണ് 15 കൊല്ലത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ട്, നമ്മാണെങ്കിൽ നിങ്ങളെ സ്ട്രാറ്റജി നമ്മളൊന്നാക്കി തരാം, ടൂളായി ഡെവലപ്പ് ചെയ്ത് തരാം, എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ആള് പറഞ്ഞത് ആൾക്ക് ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാല് അത് മേലോട്ടോ താഴോട്ടോ പോകുന്നുള്ള കൺഫ്യൂഷൻ ഇപ്പൊ ഉണ്ട് അത്രേ. അത് ബൈ പോവോ ഇനി സെല്ല് പോവോ എന്നുള്ളത്. അല്ല, ഞാന് കണ്ട ട്രേഡർമാരും ഒക്കെ അങ്ങനെ തന്നെയാണ്. അതായത് 10-15 വർഷമായിട്ട് പോലും ഈ മാർക്കറ്റിനെ മനസ്സിലാക്കാൻ ആരെ കൊണ്ട് കഴിയില്ല പെട്ടെന്ന്. ഇല്ല, പറ്റൂല. അതായത് മാർക്കറ്റ് ഓരോ സമയത്തും ഓരോ രൂപത്തിൽ വർക്കാവുക. അതെ, അതിന്റെ ഒരു മേജർ പ്രശ്നം എന്ന് പറഞ്ഞാല് ഇതെല്ലാം ഡാറ്റന്റെ ബേസിൽ പോകുന്ന കാര്യങ്ങളാണ്, എല്ലാം ഡാറ്റയാണ്. അതായത് നമുക്കിപ്പം ഒരു ഹ്യൂമൺ വിചാരിച്ച ഒരു 20 കൊല്ലത്തെ ഡാറ്റ ഒരു ഹ്യൂമണിന് പഠിക്കാൻ പറ്റും, 30 കൊല്ലത്തല്ല. ആ ഒരു ടൈം അതിന് എഫേർട്ട് എടുക്കണം. നമ്മൾ 30 കൊല്ലത്തെ ഡാറ്റ നമ്മൾ മനസ്സിലാക്കണം, അതിനായിട്ട് നമ്മൾ എന്നാക്കണം, ഇറങ്ങണം. പക്ഷെ അത് നമ്മളിപ്പോ മനസ്സിലാക്കാൻ ഒരു കൊല്ലം കൊണ്ട് 2 കൊല്ലം കൊണ്ട് 30,000 ഡാറ്റ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റൂല മാനുവലി. പക്ഷെ ഇതിപ്പോ നമ്മൾ ടെക്നോളജി ഉള്ളത് കൊണ്ടാണ് നമുക്ക് പോലും, അതായത് ഈ ഒരു സാധനത്തിന്, അതായത് ഒരു റോബോട്ട് ആയിക്കോട്ടെ, ഒരു അൽഗോ ആയിക്കോട്ടെ, അതിനെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും പെട്ടെന്ന്. അത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് കൊടുത്ത കാര്യങ്ങൾ മാത്രമേ അത് ചെയ്യുകയും ചെയ്യും. ഇവിടെ എന്തെടുക്കണം, എങ്ങനെ പോകണം എന്ന് അതിന് നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ, അതിന്റെ സ്വന്തം ഇഷ്ടത്തിനൊരു കാര്യങ്ങൾ ചെയ്യൂല, അതിന്റെ കപ്പാസിറ്റി അതിനില്ല. അപ്പൊ നമ്മളതിന് കൊടുത്ത, അതായത് നമ്മളിപ്പോ അതിന് കൊടുത്ത നിർദ്ദേശങ്ങളുണ്ട്, കുറച്ച് കാര്യങ്ങൾ, അതനുസരിച്ച് ഇപ്പൊ ഓവർ ട്രേഡ് എന്ന് പറയുന്ന സാധനം അത് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ കണക്ക് കൂട്ടുക, അതായത് ഇപ്പൊ നിഫ്റ്റി തന്നെ ഇപ്പൊ ഓൾറെഡി എന്നായിട്ടുണ്ട്, ഒരു ട്രേഡ് ഇവിടെ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിഫ്റ്റിയിൽ. ഒരു നല്ല ട്രേഡ് ഇവിടെ എന്തായി, കംപ്ലീറ്റ് ആയി. ഇതിപ്പോ ഒരു ഹ്യൂമൻ മെന്റാലിറ്റിയിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും, മാനുവലി മാർക്കറ്റിൽ ഇപ്പൊ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അവരിനി എൻട്രി എടുത്തിട്ടുണ്ടാവും, ഇല്ലാതിരിക്കാം. പക്ഷെ ഇങ്ങനത്തെ ഒരു സാധനം കാണലോട് കൂടി, ആ ടാർഗറ്റ് കംപ്ലീറ്റ് ആലോടുകൂടി ആളെന്നാവും, അടുത്തൊരു ഇത് സെല്ലാണെങ്കിൽ അടുത്തൊരു ബൈയിലേക്ക് രീതിയിൽ എടുത്തിട്ടുണ്ടാവും. ഇവിടെ ഇത്രയും ഒരു സെല്ല് വന്നു കഴിഞ്ഞാൽ അടുത്തൊരു ബൈ വരുന്ന രീതിയിലേക്ക് ആൾക്കാരെടുക്കും, സ്വാഭാവികമാണത്. അടുത്തൊരു എൻട്രി എടുത്തിട്ടുണ്ടാവും. ഈ പ്രോഫിറ്റ് കിട്ടിയ മാനുവലി കിട്ടിയ ട്രേഡേഴ്സ് അടുത്തൊരു എൻട്രി എടുത്തിട്ടുണ്ടാവും. ഇവിടെ കിട്ടിയ പ്രോഫിറ്റ് അവിടെ കൊണ്ടേ കളയും ചെയ്യും. ഇതാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ നിലവിൽ ഒന്നായിട്ടില്ല, അതായത് ഈ ട്രേഡ് കംപ്ലീറ്റ് ആയി, ഇതുവരെ നമ്മൾ അൽഗോ ഒന്നാക്കിയിട്ടില്ല, അടുത്തൊരു എൻട്രി വന്നിട്ടില്ല. ഇപ്പൊ മാർക്കറ്റ് ഓപ്പൺ ആയോട് കംപ്ലീറ്റ് ആയി, ഏകദേശം മണിക്കൂറിന്റെ അടുത്തായി. പക്ഷെ ഇതുവരെ അടുത്ത എൻട്രി മാർക്കറ്റ്, അതായത് അൽഗോ ഇതുവരെ നമുക്ക് കാണിച്ചിട്ടില്ല. അത് ഇനി കാര്യങ്ങൾ ടൈം എടുക്കും, നെക്സ്റ്റ് എൻട്രി വരാൻ, നെക്സ്റ്റ് ബൈ വരാൻ. അതായത് നമുക്ക് ഇവിടെ നോക്കിയാൽ തിരിയും, നമ്മുടെ ഡാറ്റ ബോക്സ് ആണ് ഇത്. ഇപ്പൊ കറണ്ട് 1 hour ചാർട്ടും എന്താണ് ബിയറിഷിലാണ് ഉള്ളത്, 30 മിനിറ്റും ബിയറിഷ് തന്നെയാണ്, 50 മിനിറ്റും ബിയറിഷ് തന്നെയാണ്, എല്ലാം ബിയറിഷിലാണ്. അപ്പൊ കൺഫർമേഷന് വെയിറ്റ് ചെയ്യാം. അതാണ് ഇപ്പൊ ആരായിക്കോട്ടെ, ഇപ്പൊ ഞാനായാലും ടൂള് നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ നെക്സ്റ്റ് എൻട്രി ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ എന്തായാലും എടുക്കൂല. ടൂളില് നമുക്കൊരു സാധനം സെറ്റ് ചെയ്ത് തന്നാൽ നമ്മളൊന്നാക്കും, അത് വന്നിട്ടുണ്ട്, അതിന്റെ കൺഫർമേഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി അതൊരു ഓവർ കൺഫർമേഷൻ കിട്ടും. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. അല്ല, ഇതാണ് ഇതിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഇങ്ങനെ ഒരു ട്രേഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാനുവലി ഉള്ള 95% ആൾക്കാർ ഇപ്പൊ ട്രേഡ് എടുത്തിട്ടുണ്ടാവും. എടുക്കാൻ പോകുന്ന ട്രേഡും അത് ഒന്നെങ്കിൽ, അതായത് ഇവിടുന്ന് ബിയറിഷിലേക്കാണ്, കംപ്ലീറ്റ് ബിയറിഷ് ആണെങ്കിൽ ഒരു ബിയറിഷ് എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് അങ്ങോട്ട് എടുത്തിട്ടുണ്ടോ. ഇതാണ് മാർക്കറ്റിൽ നടക്കുന്ന ഒരു മേജർ പ്രശ്നം. ഇങ്ങനത്തെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒന്നാക്കേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് ഞങ്ങൾ പറയുന്നത് എങ്ങനെ ട്രേഡ് എടുക്കാതിരിക്കാന്നാണ്. നമ്മളിതിന്റെ കോൺസെപ്റ്റ് ഏതാണ്, എങ്ങനെ ട്രേഡ് എടുക്കാതിരിക്കാം, അതാണ് പഠിക്കേണ്ടത്. ഇവിടെ എല്ലാരും പഠിക്കുന്നത് എങ്ങനെ ട്രേഡ് എടുക്കാന്നാണ്. അത് ഇതിനെ കൊണ്ട് കാര്യമില്ല, എങ്ങനെ ട്രേഡ് എടുക്കാതിരിക്കാം.
അതിൽ സക്സസ് ഉണ്ടാവും. ചില ഒരു ട്രേഡ് മതി. ഉം. ആ അപ്പൊ അതാണ് നമുക്ക് അതിന്റെ ഒരു വെച്ചാൽ നമുക്ക് എത്ര നമ്മൾ ഇമോഷണലിയും അതിന്റെ റിസ്ക്കും കാര്യങ്ങളും നമ്മൾ മാനുവലി കൺട്രോൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു ലിമിറ്റേഷൻ എപ്പോഴും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം, ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ഓവർ ട്രേഡ് നമുക്ക് ഈ സൈക്കോളജിയാണ് നമ്മൾ ഇതിൽ കൂടുതൽ വർക്ക് ആവാത്ത മാനുവലി എടുക്കുമ്പോൾ. ഇങ്ങനെ ആവുമ്പോ ആ പ്രശ്നങ്ങൾ വരില്ല നിങ്ങൾ പറയുന്നത്? ഇല്ല, ഇങ്ങനെയാകുമ്പോ ആ പ്രശ്നങ്ങൾ വരുന്നില്ല മാർക്കറ്റിൽ. സൈക്കോളജി, അതായത് നമുക്ക് സൈക്കോളജി ആയിക്കോട്ടെ, എന്ത് കാര്യം നമുക്ക് ഒരാളെ പറഞ്ഞു പഠിപ്പിക്കാം, ഒരു സിസ്റ്റം ടെക്നോളജിയെ പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റും. അതേ ആ പണിയെ എടുക്കൂ. ഇപ്പൊ നമ്മ എത്ര സൈക്കോളജി പഠിച്ചാലും കാര്യങ്ങൾ ചെയ്താലും ഓട്ടോമാറ്റിക് ആയിട്ട് എന്താവും, നമ്മ അതിൽ നിന്ന് തെന്നി മാറും. ഹ്യൂമൺ എന്ന് പറയുന്നതാണ്, മനുഷ്യൻ എന്ന് പറയുന്നതിന്റെ ഇതാണ്. അതായത് നമ്മ അത്രയും, അതായത് എന്ന് പറയാ, ഇതിലേക്ക് കമ്മിറ്റ്മെന്റ് ആവണം. അത്രയും കമ്മിറ്റ്മെന്റ് ആയി ആ ഒരു ഇതിലേക്ക് എത്തണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് ഇതാകാൻ പറ്റൂ. അതല്ല നമുക്ക് എങ്ങനെയായാലും. അപ്പൊ അതാണ് നമ്മള് ഹ്യൂമണും അതേപോലെ ഈ റോബോട്ടിക് സിസ്റ്റവും തമ്മിലുള്ള ഭയങ്കര നമുക്ക് വ്യത്യാസം വരുന്നത്. ഇതന്നെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, അതായത് ഇന്ന് ഇത്രയും മേജർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് 95% നമുക്കിപ്പം ഇതിന് ആക്സസ് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ബാക്കി ഒരു 5% നമ്മൾ പറയുന്നത് ഒരു 5 മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്താൽ മതി. 90 ഇപ്പൊ ഇത് നിങ്ങൾക്ക് ഓക്കെ, ഇതിപ്പോ മൊബൈലിൽ ആക്സസ് ഒക്കെ ഉണ്ട്, ലാപ്ടോപ്പിലല്ല കാണിച്ചു തരുന്ന, ലാപ്ടോപ്പിൽ ഉള്ളൂ. ട്രേഡിംഗ് മൊബൈൽ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് വാച്ച് ചെയ്യുക, കാര്യങ്ങൾക്ക് ആക്സസ് മൊബൈൽ തന്നെ കിട്ടും. അപ്പൊ അങ്ങനെ ഒരു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, എൻട്രീസും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇതിന്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ടാവും കേട്ടോ. വെറുതെ ഒരു ടൂൾ ഇതാക്കാന്നല്ല, ഇത് വെച്ച് ട്രേഡ് ചെയ്യുന്ന സിസ്റ്റം തന്നെ പഠിപ്പിച്ചു തരും. അതാണ് ഇപ്പൊ നമ്മളൊരു കോൺസെപ്റ്റ് വരുന്നത്. ഇത് കറൻസി ബേസിലൊക്കെ വർക്ക് ആവും ഇതേപോലെ? നിങ്ങൾക്ക് 3 മാർക്കറ്റിലും ചെയ്യാൻ പറ്റും. കറൻസിയിലല്ല, ഞാൻ ഫോറക്സിലാ പറഞ്ഞത്. ഫോറക്സിൽ USD JPY ഇങ്ങനെ കറൻസി പേഴ്സ് ഉണ്ടല്ലോ. യൂറോ USD ഉണ്ട്. യൂറോ USD കറൻസി പാരയിൽ വർക്കാവും അല്ലേ? അതെന്താ വെച്ചാല് ഗോൾഡില് ചില സമയത്തൊക്കെ ചെയ്യാൻ ഭയങ്കര പേടിയാവും. മാർക്കറ്റ് ഒരൊറ്റ പോക്ക് മേലേക്ക് പോയിട്ട് ആ സെക്കൻഡ് കൊണ്ട് അതേപോലെ അങ്ങോട്ട് തിരിച്ചു വരും ചെയ്യും. ചില സമയത്ത് ഗോൾഡിന്റെ ഏറ്റവും കൂടുതൽ വോളിയുള്ള ഒരു ഇൻഡെക്സ് ആയതുകൊണ്ടായിരിക്കണം തോന്നുന്നു. അതന്നെയാണ്. അതായത് ഇപ്പൊ ലോകത്തില് ഏറ്റവും, അതായത് 400 ട്രില്യൺ അബോവ് ആണ് അതിന്റെ ഇത് വരുന്നത്. അത്ര വോളിയം മാർക്കറ്റിലുണ്ട്. നിങ്ങൾ എപ്പോഴും ട്രേഡ് ചെയ്യുന്ന സമയം, അതായത് ബ്രോക്കേഴ്സ്, നിങ്ങളിപ്പോ ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ചോദിച്ചിട്ടില്ല, പക്ഷെ എന്നാലും പറയാ, ഇതിലുള്ള ബുക്ക് ബ്രോക്കേഴ്സ് സെലക്ട് ചെയ്യാൻ നോക്കാം. ഞാൻ ഒരു ബ്രോക്കറിന് ഞാനായിട്ട് കുറ്റങ്ങൾ പറയൂല. അതായത് സാറ് ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത്? കാരണം ഞാനൊരു 3-4 ബ്രോക്കർ യൂസ് ചെയ്തിരുന്നു. അതായത് ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ എന്റെ ഉള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ ബിനാൻസ് യൂസ് ചെയ്യുന്നുണ്ട്, ബൈബിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ലിങ്കെക്സ് യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഡെൽറ്റ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് എല്ലാ സെക്ടറിലും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൽ ഞാൻ മേജറായിട്ട് ചെയ്യുന്നത് ഫോറക്സും ക്രിപ്റ്റോ ആണ്. ഫോറക്സിൽ ഗോൾഡ് മാത്രമേ ചെയ്യും. ക്രിപ്റ്റോയിൽ ഞാൻ എതീരിയം, BTC, എനിക്ക് സെലക്റ്റീവ് ആയ കോയിൻസ് ഉണ്ട്. എതീരിയം ചെയ്യുന്നുണ്ട്, BTC ചെയ്യുന്നുണ്ട്, XRP ഞാൻ ചെയ്യുന്നതാണ്, ഡോഡ്ജ് ഞാൻ ചെയ്യുന്നതാണ്. ഫോറക്സിൽ ഗോൾഡ് മാത്രമേ ചെയ്യും. ഈ സാധനമൊക്കെ ഇപ്പൊ നിലവിൽ നമുക്ക് ബുക്ക് ബ്രോക്കേഴ്സ് സെലക്ട് ചെയ്യാൻ നോക്കാം. എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവും. അല്ലാതെ നിങ്ങളിപ്പോ എത്ര ടൂളും എത്ര സ്ട്രാറ്റജി ഉണ്ടായിട്ട് ബുക്ക് ബ്രോക്കറിൽ കൊണ്ടുപോയി ചെയ്തതിനെ കൊണ്ട് കാര്യമില്ല. അവിടെ കാണിക്കുന്നതെല്ലാം റിയൽ ഡാറ്റ അല്ല, ഫേക്ക് ഡാറ്റയാണ്. ആദ്യം മനസ്സിലാക്കണം. അതായത് മാർക്കറ്റിൽ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ ഞാനിപ്പോ ഓരോ ബ്രോക്കർ എടുത്ത് പേരെടുത്ത് പറഞ്ഞാൽ അത് ശരിയാവൂല. ഞാൻ അവരെ ഇതാക്കുന്നത് പോലെയാ, മാനിപ്പുലേറ്റ് ചെയ്യുന്ന പോലെയാ. അതന്നെയാണ്, ഞാൻ ഓരോന്നും പേരെടുത്ത് പറയുന്നില്ല. ഉദ്ദേശിച്ചതൊക്കെയാണ് എനിക്കറിയാം. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതിനെ കുറിച്ച് നല്ലോണം പഠിച്ചാവാണ്. ഓക്കെ, അല്ല അതല്ല, ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് ഞാൻ കണ്ടെടുത്തോളം, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം,
ആരും ട്രേഡിങ് അറിയാത്തത് കൊണ്ടല്ല മാർക്കറ്റിൽ എന്നാണ് ലൂസേഴ്സ് ആകുന്നത്. അതെ 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 അത് മെയിൻ ആണ്. ഞാൻ ഈ കാൾട്ടല് ചെയ്തിരുന്നു, ഭയങ്കര മിസ്റ്റേക്ക് ആണത്. അതന്നെയാണ്. അതായത് ആരും ട്രേഡിങ് അറിയാത്തോണ്ട് ഞാൻ ഇതുവരെ ഞാനിപ്പോ ഒരു 6 കൊല്ലമായി ട്രേഡിങ്ങിൽ ഈ ഫീൽഡിൽ വന്നിട്ട്, പക്ഷെ ആരും ഞാൻ കണ്ടെടുത്തോളം ട്രേഡിങ് അറിയാത്ത, അതായത് എല്ലാവരും നോക്കുന്നത്, അത് ഈ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാൻ എല്ലാവരും നോക്കുന്നത് ഫ്രണ്ട് എൻഡ് ആണ്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പഠിച്ചത്, ഞാൻ ആദ്യം ഒരു ഇതിലേക്ക് വന്നാൽ അതിന്റെ ബാക്ക് എൻഡ് ആണ് ഞാൻ പഠിക്കൽ. അതിന്റെ ബാക്കിൽ എന്തൊക്കെയാണ് നടക്കുന്നതാണ്. അപ്പൊ ഞാൻ മനസ്സിലായതാണ് അതല്ല. അതായത് ഇവിടെ ഉള്ള കേരളത്തിലുള്ള 95% ബ്രോക്കേഴ്സും ഈ ബുക്ക് ബ്രോക്കേഴ്സ് ആണ്. അതായത് ഇപ്പം MT5 എന്ന് പറഞ്ഞത് പല ആൾക്കാരും ചോദിക്കും എന്താണ് MT5 എന്ന് പറയുമ്പോൾ ബ്രോക്കർ എന്ന് പറയുന്ന പല ആൾക്കാരുണ്ട്. MT5 എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്കത് മാർക്കറ്റ് ഇങ്ങനെ ജസ്റ്റ് ഒരു ഇതാണ്, തട്ടിക്കൂട്ടാണ്. ഈ MT5 അതായത് 95% ആൾക്കാരും ലോസ് വന്നത് MT5 ഉള്ളിലാണ്. ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല ഒരു ബിനാൻസിലോ ബൈബിറ്റിലോ അതേപോലെ ഇങ്ങനത്തെ ഒരു ഇന്റർനാഷണൽ ബ്രോക്കർ ഉപയോഗിച്ചിട്ട് ഇത് ലോസ് വന്നെന്നുള്ളത്. അതിന്റെ വലിയൊരു റീസൺ ആണ്, ആരും മനസ്സിലാക്കാത്തൊരു വലിയൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് നിങ്ങളിപ്പോ ചെയ്യുന്ന എന്താണ്, ഇപ്പൊ ഒരു ബ്രോക്കർ, ഒരു ഫോറക്സ് ബ്രോക്കർ, ഇവിടെയുള്ള ഒരു ബ്രോക്കർ എടുത്തു കൂട്ടാം, XY ആരായിക്കോട്ടെ, അവർക്ക് നിങ്ങൾ അവരുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് കൊടുക്കുന്നു, അവർ നിങ്ങൾക്ക് ഇപ്പുറത്തേക്ക് MT5 സെറ്റ് ചെയ്ത് തരുന്നു. ഇവർക്ക് എവിടുന്നാണ് ഡാറ്റ കിട്ടുന്നത്? അതാ എനിക്കറിയേണ്ടത് ആദ്യത്തെ പോയിന്റ്. ഇവർ ഇന്റർനാഷണൽ മാർക്കറ്റിൽ, ഗ്ലോബൽ മാർക്കറ്റിൽ ഇവർ രജിസ്ട്രേഷൻ ചെയ്തില്ലെങ്കിലും ഓക്കെ, അതിൽ അത്ര യൂസേഴ്സ് ഉണ്ടെന്ന് പറയാം. ഡാറ്റ എവിടുന്നാണ് ഈ MT5 കാണിച്ചു തരുന്ന ഡാറ്റ എവിടുന്നാണ് കിട്ടേണ്ടത്? ഞാന് കാൾട്ടലില് എനിക്ക് ഏകദേശം ഒരു $4500 പ്രോഫിറ്റ് ആയി. ഞാന് പേ ഔട്ട് അടിച്ചപ്പോ അവര് പറഞ്ഞത് സ്കാൽപ്പിംഗ് ആണ്, പേ ഔട്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. $3500 അങ്ങനെ പോയി. അന്ന് മനസ്സിലായി കാൾട്ടൺ, മോർഫിൻ, ജെറ്റ ഈ 3 എനിക്കറിയുന്നത്. നിങ്ങൾ ഈ 3 പോയിട്ട് അല്ല, ഞാൻ ഈ 1 പോയിട്ടുള്ളൂ ഫേക്ക് ആയിട്ടുള്ള. പക്ഷെ ഈ 2 നമ്മളെ സുഹൃത്തുക്കള് പറഞ്ഞതാണ്. അതായത് മോർഫിൻ എഫക്ട്സ്, ജെറ്റ എഫക്ട്സ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ അവരെന്നോട് പറഞ്ഞാണ് ഈ 3 ഞങ്ങൾക്ക് അറിയുന്നതാണ്. ഇപ്പൊ നീ പറഞ്ഞത് അടക്കം 3 ഇതിലെന്തായാലും ഒരിക്കലും ചെയ്യരുത്, വേറെ നോക്കിക്കോന്ന് പറഞ്ഞാണ്. അപ്പൊ സെയിം അനുഭവം അവർക്ക് ആ 2 ബ്രോക്കേഴ്സിലും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന കാര്യം കേട്ടിട്ട് ഓൾറെഡി നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ $35,000 പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ 35,000 45,000 ഞാൻ കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട്. അത് മെയിൻ പ്രശ്നം ഇതാണ്. ഈ ഡിറൈവ് പറഞ്ഞ ഒരു ആഫ്രിക്കൻ ബ്രോക്കറിലാണ് ചെയ്തിരുന്നത്. ഡെറിവ് കേട്ടിട്ടുണ്ടോ? ഡെറിവ് കേട്ടിട്ടുണ്ട്. അതിന് വോൾട്ടൈലിറ്റി പറഞ്ഞൊരു ഇൻഡെക്സ് ഉണ്ട്. അത് ഗോൾഡിന്റെ പോലെയല്ല, കുറച്ച് കൂടി സേഫ് ആണ്. അത് ഈ ബ്രോക്കർ ഒരു ഇൻഡെക്സ് ആണ്, ബ്രോക്കർ ഡെവലപ്പ് ചെയ്ത ഒരു ഇൻഡെക്സ് ആണ്, അതിലാണ് ചെയ്തിരുന്നത്. ഇപ്പൊ എന്താ വെച്ചാല് ഇത് ഏകദേശം എനിക്കൊരു $30,000 ഈ സമയത്ത്, ഞാൻ 5000 തുടങ്ങിയ ആളാണ്. 5000 തുടങ്ങിയിട്ട് 500 തുടങ്ങിയിട്ട് 5000 ആക്കി. പിന്നെ അതിക്കൊരു 2000 കൂടി കൂട്ടിയിട്ട് 7000 ആക്കിയിട്ട് ഞാൻ പിന്നെ അത് 35,000 ആക്കി. ഈ 35,000 ആയി കഴിഞ്ഞപ്പോ ഈ ബ്രോക്കർ പോയി, മാർക്കറ്റിൽ നിന്ന് പോയി. അതായത് യാതൊരു മുന്നറിയിപ്പും തരാതെ ഒരു വർഷം 9 മാസം ഈ ബ്രോക്കർ ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ ബ്രോക്കർ ഇപ്പോഴും തിരിച്ചു വന്നിട്ടുണ്ട് പിന്നെയും. അപ്പൊ ഞാൻ ഇതിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോ നമ്മളെ അക്കൗണ്ട് ഒന്നും അതിലില്ല. അപ്പൊ അതാണ് പ്രശ്നം. ഇങ്ങനത്തെ കുറെ സ്കാം വരുന്നുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. അതായത് ഞാൻ മനസ്സിലാക്കിയത് തന്നെയാണ്. അതായത് മാർക്കറ്റിൽ ആരും ട്രേഡിങ് അതായത് നമ്മളിപ്പോ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പാർട്ട്ണറിനെ നിങ്ങൾ അത് മനസ്സിലാക്കിയാൽ മതി. നിങ്ങളൊരു ബിസിനസ് തുടങ്ങുന്നത്, അതായത് ഇതൊരു ബിസിനസ്സാണ്, റിയൽ ബിസിനസ്സാണ്. അപ്പൊ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങളൊരു പാർട്ട്ണറിനെ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ നിങ്ങളെല്ലാം നോക്കും. നിങ്ങൾക്ക് അറിയാം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, ഓക്കെ, ആളെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ആളെന്താണ് കാര്യങ്ങൾ. എന്തായാലും ഒരാൾ പറയുന്നത് കേട്ടിട്ട് എന്തായാലും ആരും ഒരു പാർട്ട്ണറിനെ എന്തായാലും സെലക്ട് ചെയ്യൂല, ആളെ നോക്കും. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന നമുക്ക് ലോങ് ടൈമിലേക്ക് നമ്മളെ കൂടെ നിർത്താൻ പറ്റുമോ, കാര്യങ്ങൾ എന്താണ്. പക്ഷെ ഒരാളും ഇതുവരെ എന്താ പറയാ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ
ബ്രോക്കറിന്റെ ബാക്ക്ഗ്രൗണ്ട് ആരും ചെക്ക് ചെയ്യുന്നില്ല. ആരും ഒരാൾ പറയുന്നത് കേൾക്കുക, അതിലേക്ക് കയറാം. അത് നമുക്ക് ഇത്ര വരുന്നുണ്ട്, ഇതിന്ന് കിട്ടും, ഭയങ്കരമാണ്, സംഭവമാണ്. ഇതാണ് ഇതിൽ 95% ആൾക്കാരും ഇതിൽ വരാൻ കാരണം. പിന്നെ ഒരു അടി കിട്ടി കഴിഞ്ഞാല് ഇപ്പൊ പലയാൾക്കും പല രീതിയിലായിരിക്കും ലോസും കാര്യങ്ങളും വരുത്ത്. അവർക്ക് ആ ഒരു തട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവരവിടെ ഉണ്ടാവും, സ്റ്റക്ക് ആവും. പിന്നെ അവരങ്ങോട്ട് മുന്നോട്ട് പോവില്ല. അപ്പൊ അതാണ് ഈ മാർക്കറ്റിൽ നടക്കുന്നത്. ഇപ്പൊ ഞാനിപ്പോ 5 കൊല്ലമായിട്ട് ഞാനിപ്പോ ബിനാൻസ് മാത്രമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ഒരു ഏറ്റവും വലിയ റീസൺ അതായത് ചോദിക്കാനുണ്ട്. പല ആൾക്കാർക്കും അറിയില്ല ബൈനാൻസിൽ ട്രേഡിങ് ചെയ്യാൻ പറ്റുമോന്ന് തന്നെ ഇപ്പോഴും അറിയില്ല. കേരളത്തിലെ പല ആൾക്കാർക്കും അറിയില്ല. ഹോൾഡ് ചെയ്യാനല്ലേ പറ്റുന്നുള്ള ആൾക്കാരാണ്. അതായത് ബിനാൻസിന്റെ ഞാൻ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് അതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്, വെരിഫിക്കേഷൻ കഴിയുന്നത് ഞാൻ തന്നെയാണ്, അതിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഞാനാണ്, വിഡ്രോ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ഇപ്പം വിഡ്രോ എനിക്ക് അടിച്ചു കഴിഞ്ഞാല് വിത്തിൻ ഒരു ബാങ്കിൽ നിന്ന് എമൗണ്ട് വരുന്ന താമസമേ വേണ്ടു നമുക്ക് അതിൽ വിഡ്രോല് കിട്ടാൻ വേണ്ടിട്ട്. അതായത് അതിന്റെ നടുക്ക് മൂന്നാമതൊരാളില്ല. ഹലോ, ഓക്കെ. അപ്പോ ഹലോ കേൾക്കുന്നുണ്ട്. നമുക്ക് മൂന്നാമതൊരാളില്ല. പല ആൾക്കാരാണ് നമ്മളിപ്പോ പല ആൾക്കാരും ആളിന്റെ അടുത്താണ് പേയ്മെന്റ് കൊടുക്കുന്നത്. അതിൽ ഒന്നാമന് പൈസ കിട്ടണം, രണ്ടാമന് പ്രോഫിറ്റ് കിട്ടണം, നിങ്ങൾ മൂന്നാമനാണ്. അവർക്ക് ഉണ്ടാക്കുക അവിടെ ബെനിഫിറ്റ് ഉണ്ടായിട്ടേ പല ബ്രോക്കർ നിങ്ങൾക്ക് എന്നാലും കിട്ടൂല. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞുതരും. നമ്മൾ എന്താണ് നടക്കുന്നത്, റിയാലിറ്റി നമ്മൾ അത് ഇപ്പൊ നമ്മൾ അതായത് വെറുതെ നമ്മളൊരു ടൂൾ എടുത്തതിനെ കൊണ്ട് എന്ന് പറയാ കാര്യമില്ല. അത് ബി ബുക്ക് ബ്രോക്കറിലും കൊണ്ടുപോയി ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് പിന്നെ നമ്മൾ പറഞ്ഞ കാര്യമില്ല. അതായത് അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്നാക്കും ഇനീഷ്യലി നമ്മൾ പറഞ്ഞുതരും. എന്താണ് റിയാലിറ്റി മനസ്സിലാക്കാതെ നമ്മള് ഒരിക്കലും കാര്യങ്ങൾ ചെയ്തതിനെ കൊണ്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ നമ്മളിപ്പോ ഇതിപ്പോ സ്ട്രാറ്റജി നമ്മളിപ്പോ ഒരു സിസ്റ്റം ബിൽഡാക്കുന്ന പറഞ്ഞാൽ ഇതൊക്കെ ഫ്യൂച്ചറാണ്. ഇപ്പം ഇറ്റലിയിലാണ് ഈ ട്രേഡിങ്ങിന്റെ ഒരു കേന്ദ്രം വരുന്നത്. അപ്പൊ അവിടുത്തെ ആൾക്കാർ നമുക്ക് ഇപ്പൊ കുറെ ക്ലയൻസ്, പുറത്തത്തെ കുറെ ക്ലയൻസ് ഉണ്ട്. അതായത് അവര് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് അവർക്ക് അവരെ സ്ട്രാറ്റജിയെ ടൂളാക്കി ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു സ്റ്റാഫിനെ വെക്കുന്ന പോലെ. ഇപ്പൊ നമ്മളിപ്പോ ബിസിനസ് തുടങ്ങി കഴിഞ്ഞാല് നമ്മളിപ്പോ കുറെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് ഉണ്ടാവും. ടെലികോളിംഗ് ഉണ്ടാവും, HR ഉണ്ടാവും, മാനേജേഴ്സ് ഉണ്ടാവും, പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും ഒരു കമ്പനിയിൽ. അപ്പൊ ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്, ഓരോരാൾക്ക് ഓരോ ഡ്യൂട്ടി ഉണ്ട്. HR ഒരു ഡ്യൂട്ടി ഉണ്ട്, മാനേജറിന് ഒരു ഡ്യൂട്ടി ഉണ്ട്, ടെലികോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഡ്യൂട്ടി ഉണ്ട്. അങ്ങനെ ഓരോ ഇതെല്ലാം ലാസ്റ്റ് എന്താണ് ഓണറിന്റെ അടുത്തേക്ക് എത്തലാണ് ഇതിന്റെ റിസൾട്ട്. ഓണർ അതിനൊരു തീരുമാനം എടുക്കുകയും ചെയ്യും. അപ്പൊ ഇതേ സിസ്റ്റമാണ് ഇവിടെയും വർക്ക് ചെയ്യുന്നത്. അതായത് ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാർ ഇതിന്റെ ബാക്ക് എൻഡിൽ നമ്മൾ ഈ ടൂളിൽ എന്നാക്കിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഒരാൾ ന്യൂസ് നോക്കാനായിരിക്കും, ഒരാൾ സ്ട്രാറ്റജിസ്റ്റ് ആയിരിക്കും, ഒരാൾ അതിന്റെ ഫണ്ടമെന്റൽ നോക്കുന്ന ആളായിരിക്കും, ഒരാൾ റിസ്ക് മാനേജ് ചെയ്യുന്ന, ഇതെല്ലാം ഉണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ അത് ഈ 95% ഡിപ്പാർട്ട്മെന്റും നമ്മൾ പറഞ്ഞില്ല ഇതേപോലെ സ്റ്റാഫിനെ ഹയർ ചെയ്ത പോലെ തന്നെയാണ് ഇതിന്റെ ബാക്ക് എൻഡിൽ നടക്കുന്നത്. നമ്മളൊരു ഓണർ ആവണം എപ്പോഴും. പിന്നെ പല ആൾക്കാരുണ്ട്, അതായത് കംപ്ലീറ്റ് ഈ ബോട്ടിന് എടുക്കുന്ന ആൾക്കാർ. അതും ചെയ്യാൻ പറ്റൂല. അത് നിങ്ങൾ ഞാൻ എപ്പോഴും പറയില്ല, കംപ്ലീറ്റ് ഒരു അൽഗോനെ വെച്ച് ഇപ്പൊ മാർക്കറ്റിൽ കുറെ ഉണ്ട് അൽഗോ ട്രേഡിങ്, ഫുൾ കംപ്ലീറ്റ് ബോട്ട് നോക്കിക്കൊള്ളുന്ന രീതിയിൽ. അത് ഞാൻ പറയില്ല, ഒറ്റ ഇതേ പറയാറുണ്ട്. അതായത് നിങ്ങളെ കമ്പനി നിങ്ങളൊരു മാനേജറിനെയോ അല്ലെങ്കിൽ ഒരു സെയിൽസ് ടീമിനെയോ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ പോയാൽ എന്താ അവസ്ഥ ഉണ്ടാവില്ലേ? നിങ്ങൾ വരുമ്പോഴത്തേക്ക് അത് കൂട്ടിയിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. അതിന്റെ മറുപടി നമുക്ക് അത്രേ കൊടുക്കാനുള്ളൂ. നിങ്ങള് തിരിച്ചു വരുമ്പോഴത്തേക്ക് എന്നായിട്ടുണ്ടാവും, കമ്പനി പൂട്ടിയിട്ടുണ്ടാവും. അതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ. ഒരു ഡൗട്ട്, നിങ്ങളുടെ ഈ ചാർട്ടിലെ ബാക്ക്ഗ്രൗണ്ടില് മറ്റ് സ്ഥലങ്ങളിലൊന്നും സിഗ്നൽസ് കാണിക്കുന്നില്ലല്ലോ. എവിടെയാണ് ബാക്കിലോട്ട് എടുക്കുമ്പോ? അങ്ങനെ മനസ്സിലായിട്ടില്ല. നമ്മളിപ്പോ ചാർട്ടില് ബാക്കിലോട്ടേ ഇപ്പൊ നമ്മളിപ്പോ പ്രസന്റ് അല്ലേ കാണുന്നത്. ഓക്കെ, ഈ ബാക്കോട്ട് അടിക്കുന്ന സമയം, അതായത് ഇപ്പൊ ലൈവിലാണ് ഇത് ഇങ്ങനെ ഓരോ ലൈവ് സീലാണ് ഈ സാധനം വരുത്ത്. ഇതിപ്പോ ഇവിടെ കണ്ടോ, ഒരു ആരോ കണ്ടോ, ബ്ലൂ ആരോ? ഇതിപ്പോ ലൈവില് വന്നതാണ്. അതായത് എൻട്രി ഇത് വന്നതാണ്. നമുക്ക് ഇവിടെ ഉണ്ടാവും, മേലിന്ന് താഴേക്ക് ഉണ്ടാവും. അതായത് ഇവിടെ സെല്ല് വന്നിട്ടുണ്ട് ഓൾറെഡി നമുക്ക് എൻട്രിയില്.
ഇത് ലൈവിലാണ് ഇത് വന്നത്. ഇത് നിങ്ങൾക്ക് ബാക്ക് എൻഡിൽ നോക്കിയാൽ തിരിയും. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതാ ബ്ലൂ മാർക്ക് ഓരോ എൻട്രി വന്ന ഏരിയ ഇതാ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഓരോ എൻട്രി പോയിന്റ് ഇവിടെ മാർക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സിഗ്നൽ ഇത് നമുക്ക് എൻട്രി എക്സിറ്റ് നമുക്ക് എല്ലാ മാർക്കറ്റിലും അവിടെ സ്റ്റേബിൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് ലൈവിലായാലും നമുക്ക് എൻട്രി എക്സിറ്റ് ഉണ്ടാവും. അപ്പൊ ഓരോ എൻട്രിയും അടുത്ത ഒരു എൻട്രി വരുമ്പോൾ മാഞ്ഞു മാറും. യെസ്, ഇത് ഓട്ടോമാറ്റിക്. അതായത് നമ്മളിപ്പോ മാനുവലി എടുക്കുന്നത്, നമ്മൾ മാനുവലി ഇപ്പൊ ഒരു സാധനം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വരുമ്പോൾ അടുത്തതിലേക്ക് നമ്മൾ മാറ്റുമല്ലോ, എൻട്രിയും കാര്യങ്ങളും മാറ്റണമല്ലോ. ഇതേ ടൂള് തന്നെയാണ് നമുക്ക് ട്രേഡിംഗ് വ്യൂവില് ബൈ ആൻഡ് സെല്ലിൽ കിട്ടുന്നുണ്ടല്ലോ. ഇതേ ടൂള് തന്നെയാണ്, പക്ഷെ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് അത് നോക്കിയിട്ട്. നോർമൽ ബൈ ആൻഡ് സെല്ലാണോ ഈ സെൽ പോയിന്റ് കാണിക്കുന്നത്? നോർമൽ ബൈ ആൻഡ് സെൽ എന്ന് പറഞ്ഞിട്ട് അതായത് നിങ്ങളിപ്പോ ഇൻഡിക്കേറ്ററിൽ പോയി കഴിഞ്ഞാൽ പല ടൂൾസും ഉണ്ടാവും ഇൻഡിക്കേറ്ററിൽ. അതായത് ഇൻഡിക്കേറ്ററിൽ പല ടൂൾസും ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പം ഇതിന് ഈ ട്രേഡിംഗ് വ്യൂക്ക് അതായത് പല സിസ്റ്റം ഉണ്ട്. അതായത് ഇപ്പോൾ ഇൻഡിക്കേറ്ററിൽ ഇപ്പോൾ നമുക്കൊരു ടൂളും കാര്യങ്ങൾ, ഈ ടൂളിങ് ഇൻഡിക്കേറ്ററിൽ കിട്ടൂല. ഈ ഒരു കംപ്ലീറ്റ് സിസ്റ്റം നിങ്ങൾക്ക് ഇൻഡിക്കേറ്ററിൽ കിട്ടൂല. ഇതിന്റെ ബാക്ക് എൻഡിലാണ് ഈ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. നേരെ ട്രേഡിംഗ് വ്യൂവിന്റെ ബാക്ക് എൻഡിലാണ്. അതായത് ട്രേഡിംഗ് വ്യൂവിന്റെ ഡാറ്റാ സോഴ്സിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആക്സസ് ഉണ്ട്. അപ്പം ഇത് ട്രേഡിംഗ് വ്യൂവിന്റെ ബാക്ക് എൻഡിലാണ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ഓരോ ടൂളിനും അവരുടേതായ സ്ട്രാറ്റജിയാണ്. അതായത് ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ പിന്നിലുള്ളത്, ഈ ടൂള് കാണുന്നതിന്റെ പിന്നിൽ ഒരു 6 ട്രേഡേഴ്സിന്റെ സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്കൊരു സ്ട്രാറ്റജിനെ നമുക്ക് ടൂളാക്കി ഉണ്ടാക്കാം, ഇത് മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യാം. അത് ഏത് രീതിയിലും ചെയ്യാം. നിങ്ങൾ പറയുന്ന കോൺസിക്യൂഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എങ്ങനെയാണ് അതിന്റെ ലൂപ്പ് ഹോൾ വേണ്ടത്, എത്ര മാസം അല്ലെങ്കിൽ എത്ര വർഷത്തെ ബാക്ക് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്? ഇത് ഓൾറെഡി ഒരു 1 ഇയറിന്റെ ബാക്ക് ടെസ്റ്റ് ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 1 ഇയർ ബാക്ക് ടെസ്റ്റ് ഓൾറെഡി ഇത് കംപ്ലീറ്റ് ആണ്. പിന്നെ ഇത് ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് ലൈവ് ബാക്ക് ടെസ്റ്റിൻ്റെതാണ്. ഇപ്പോൾ ഇതിൽ ഇത് എന്ന് പറയാ ട്രേഡിംഗ് വ്യൂവിൻ്റെ തന്നെ ലൈവ് ബാക്ക് ടെസ്റ്റ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇന്ന് BTCയിൽ ഇപ്പോൾ ഓൾറെഡി 70% ഓൾറെഡി ഉണ്ട് BTCയിൽ വിന്നിങ് റേഷ്യോ. ടൂളിൻ്റെ ഇതാണ്. ഡെയിലി അത് മാറും, അങ്ങോട്ടും ഇങ്ങോട്ടും 68 ആവാം, 60, അങ്ങനെ ഡെയിലി ചെറിയ ചെറിയ വ്യത്യാസം. അതായത് മാർക്കറ്റ് ഡിപ്പെൻസ് ഓൺ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച്. ഇപ്പം സൊലാനൊക്കെ നല്ല കണ്ടീഷൻസ് ഉണ്ടാവും. സൊലാന നല്ലൊരു ഇതാണ്, ഞാൻ സൊലാന ചെയ്യുന്നതാണ്. സൊലാന ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരു ദിവസം എത്ര എൻട്രി ഇതിനകത്ത് ശരാശരി വരുന്നുണ്ട്? നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എങ്കിലും ശരാശരി എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. ബാക്ക് ടെസ്റ്റ് ഇപ്പോൾ ഇതിനെ പറഞ്ഞില്ല, ഏകദേശം നമ്മളൊരു 20 കൊല്ലത്തെ ഡാറ്റ ഓൾറെഡി ഇപ്പോൾ സൊലാന ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 75% സൊലാനയിലുണ്ട്. സൊലാന നല്ല ആക്രോസി ഇല്ലതാണ്. ഞാൻ ചെയ്യുന്നതാണ്, പേഴ്സണലി ചെയ്യുന്നതാണ് സൊലാനൊക്കെ. 75-80, ഒരു 80 അടുത്ത് ഇതിന് ആക്രോസി ഉണ്ട് സൊലാനക്ക്. ഞാൻ ഓൾറെഡി ചെയ്യുന്നതാണ് സൊലാന. അതെ, ഇപ്പൊ ഗോൾഡിനാണെങ്കിലേ ഒരു ദിവസം ശരാശരി, ഒരാഴ്ചയിലാണെങ്കിലും ഒരു ദിവസമാണെങ്കിലും എത്ര എൻട്രി ശരാശരി കാണും? ശരാശരി എൻട്രീസ് എന്ന് പറയുന്നത് ഇപ്പം ഇന്നിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു എൻട്രി നമുക്കൊരു ടാർഗറ്റ് 2 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ശരാശരി ഞാൻ എനിക്ക് മനസ്സിലായത് ഇപ്പം ഈ TP1, TP2, അതായത് ടാർഗറ്റ് 4 അടിക്കുന്ന എൻട്രീസ് നമുക്കൊക്കെ ഒരു 1-2 എൻട്രിക്ക് ടാർഗറ്റ് 4 അടിക്കുന്ന എൻട്രി നമുക്ക് കിട്ടും ഡെയിലി. അതായത് ഒരു ട്രേഡ് എടുത്താൽ മതി. പക്ഷെ കുറേ എൻട്രീസ് വരും. അതായത് എൻട്രീസ് എന്ന് പറഞ്ഞാൽ ഈ ടാർഗറ്റ് TP1 അടിക്കുന്ന എൻട്രി ഉണ്ടാവും, TP2 അടിക്കുന്ന ഉണ്ടാവും. ശരാശരി ഇപ്പൊ നമുക്ക് ലാസ്റ്റ് മനസ്സിലാക്കിയപ്പോൾ നമുക്ക് അതിനെ ഒരു ഫ്യൂ ഡേയ്സ് എൻട്രീസ് നോക്കി ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇതിൽ തന്നെ എൻട്രി വന്നു. അതുകൊണ്ടാണ് ഇത് ചോദിച്ചത്. ഞാൻ ബാക്കിൽ നമുക്ക് അതിനെ കാണാൻ പറ്റുന്നില്ല. സ്റ്റാർട്ട് ബാക്കിലോട്ട് പോകുമ്പോഴേ ഇങ്ങോട്ട് ബാക്കിലേക്ക് പോകുന്ന സമയം, അതായത് ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്കൊരു എൻട്രി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു എൻട്രി കംപ്ലീറ്റ് ആയതാണ്. ഇവിടെ ഒരു ബ്രേക്ക് 1 എൻട്രി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ബൈയില്. ഓക്കെ, അതായത് ഇപ്പൊ ഇതിലിപ്പോ ഏറ്റവും കൂടുതൽ വന്നത് ബൈ എൻട്രി തന്നെയാണ്. ശരാശരി ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടായത് ബൈ എൻട്രി തന്നെയാണ്. ഇപ്പൊ ലാസ്റ്റത്തെ കുറച്ച്, അതായത് കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായത്. നമ്മുടെ ഈ ഓർഡർ ഫ്ലോ ചാർട്ട് എല്ലാം ഇതിനകത്ത് ഓൾറെഡി ക്രിയേറ്റ് ആവുന്നതാണോ? ഇതെല്ലാം ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ആവുന്നതാണ്.
ഫ്ലോ ഒക്കെ എല്ലാം ഓട്ടോമാറ്റിക് ആണ്. അതൊക്കെ ഓട്ടോമാറ്റിക് ഫ്ലോ കാര്യങ്ങളൊക്കെ അതിന്റെ സിസ്റ്റം ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ ഇപ്പം ഒരു ബുള്ളിഷ് വന്നിട്ടുണ്ട്. ഇപ്പൊ മാർക്കറ്റ് ഇവിടെ സ്റ്റേബിൾ ആയിട്ടാണ് ഉള്ളത്. സൈഡ് വൈസാ ഇപ്പൊ പോകുന്നത്. ഇപ്പൊ മാർക്കറ്റ് ഇപ്പൊ സൈഡ് വേഴ്സിലാണ് പോകുന്നത്. ഇപ്പൊ ഇവിടെ കറന്റ് മാർക്കറ്റിലൊക്കെ ഒരു 50-50 ബുള്ളിഷ് ഇവിടെ എൻട്രി ആയിട്ട് വന്നിട്ടുണ്ട്. നോക്കിയാൽ തിരിയും. ഓക്കെ, അപ്പോൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എന്താണ് മാർക്കറ്റ്, എന്താണ് ബുള്ളിഷ് ആണോ ഇനി കണ്ടിന്യൂ ബിയറിഷിലേക്ക് വരുമോ എന്നുള്ളത് നെക്സ്റ്റ് ഡിസിഷൻ നമ്മൾ വെയിറ്റ് ചെയ്യുക. നമുക്ക് ഇവിടെ TP1 ഇപ്പം എൻട്രി എടുത്താലും നമുക്ക് ഇപ്പോൾ ഓക്കെ മേജർ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ബിയറിഷിലേക്ക് തന്നെയാണ് മാർക്കറ്റ് ഉള്ളത്. എൻ്റെ ഒരു ഇതിൽ പറയാം മാർക്കറ്റ് ബിയറിഷ് തന്നെയാണ് ഉള്ളത്. അടുത്ത് വേണമെങ്കിൽ TP1 വേണമെങ്കിൽ ഒരു സെൽ എടുക്കാം എന്നാണോ പറയുന്നത്? TP1 സെല്ല് എടുക്കാം നമുക്ക് ഓൾറെഡി. അല്ല ഇതെടുക്കാം, സെല്ല് എടുക്കാം. അത് ഞാൻ ഓൾറെഡി ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി എടുക്കാന്നുള്ളത്. എന്നുവെച്ചാൽ ടാർഗറ്റ് 2 എത്തിയിട്ട് എന്താണ് മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് എന്താണ് നമുക്ക് ബിയറിഷിലേക്ക് തന്നെയാണ് ഉള്ളത് മാർക്കറ്റ്. ഇത് ഓൾറെഡി ഇവിടെ എൻട്രി പോയിന്റ് നമുക്ക് നേരത്തെ എടുത്ത്. EMA ആണോ അല്ലെങ്കിൽ ആ ലൈൻ കാണുന്ന അതെന്തെങ്കിലും ഇതാണോ? ഏതാണ് ഡോട്ട് ആയിട്ട് പോകുന്നില്ലേ? അത് പോയി ഈ ഡോട്ടാണോ? ഡോട്ട് അത് അതിന്റെ സ്ട്രാറ്റജി മാർക്ക് ചെയ്യുന്നതിന്റെയാണ്. MA അല്ല അത്. വോളിയത്തിന്റെ ഇതൊന്ന് 1 മിനിറ്റിൽ ഇടാമോ? ഇതൊന്ന് 1 മിനിറ്റിൽ ഇടാമോ ഈ ചാർട്ട്? 1 മിനിറ്റിൽ ഇടാലോ. One second. 1 മിനിറ്റിൽ ഇപ്പം ബിയറിഷ് എൻട്രി ആണ് ഉള്ളത്. ഇതാണ് ഇപ്പോൾ 1 മിനിറ്റിൽ ഉള്ളത്. ബിയറിഷ് തന്നെയാണ് ഇപ്പോൾ. മാർക്കറ്റ് ബിയറിഷ് തന്നെയാണ്. ഇതിന്റെ ചാർജസ് ഒക്കെ എങ്ങനെയാ വരുന്നത്? അതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു, ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. ഓക്കെ, ടൂളിന്റെ നമ്മളെ ചാർജസ് വരുന്നത് ആക്ച്വൽ പ്രൈസിങ് വരുന്നത് 35,000 ആണ്. നമ്മൾ ഇതിന്റെ ട്രെയിനിങ് കാര്യങ്ങൾ ഇൻസ്റ്റാളേഷൻ മൊത്തത്തിൽ വരുന്നത്. അപ്പോൾ നമ്മളിപ്പം നിലവിൽ ഒരു ഓഫർ പ്രൈസ് ഒരു 10,000 ഡിസ്കൗണ്ടിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈഫ് ടൈമിലേക്ക് തന്നെയാണ് 25,000 ആണ് അതിന്റെ ഇൻസ്റ്റാളേഷനും ട്രെയിനിങ്ങും കാര്യങ്ങളായിട്ട് നമ്മൾ കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ 5 മിനിറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അത് പറഞ്ഞില്ലേ ബിയറിഷ് തന്നെയാണ്, നല്ല ബിയറിഷ് ആണ്. 35,000 ആണ് നമ്മളിപ്പം നിലവിൽ നമ്മളിപ്പോൾ ഈ സെക്ഷൻ നമ്മളിപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ ഈ സെക്ഷനിൽ ജോയിൻ ചെയ്തവർക്ക് നമ്മൾ 10,000 ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. 25,000 ആക്ച്വൽ പ്രൈസിങ് നമ്മൾ ഇന്നലെയും മിനിയാന്നൊക്കെ സൺഡേ 2 ദിവസം ശനി ഞായറൊക്കെ നമ്മൾ 35,000 10,000 ഡിസ്കൗണ്ടാണ് കൊടുത്തത്. പിന്നെ ഈ സെക്ഷനും കൂടി നമ്മൾ ജോയിൻ ചെയ്തവർക്ക് 10,000 ഡിസ്കൗണ്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 25,000 നിങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും അതിൻ്റെ ട്രെയിനിങ് അടക്കും. അതിൻ്റെ ഇപ്പോൾ ഇന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ അതിൻ്റെ ട്രെയിനിങ് ഇന്ന് തന്നെ അതിൻ്റെ ട്രെയിനിങ് ഉണ്ടാവും. ഇത് ഞാൻ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇതിൻ്റെ റെക്കോർഡ് എന്തായാലും കിട്ടും. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഓൾറെഡി ഇത് മാർക്കറ്റ് ഓപ്പൺ ആയവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് TP1 എന്നൊരു എൻട്രി ഇപ്പം തന്നെ എടുക്കാന്നുള്ളത്. ഇത് കംപ്ലീറ്റ് ആയി ഈ TP4 ഇത് ഇവിടുന്ന് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് എന്താവും അടുത്ത ഒരു എൻട്രി നമുക്ക് ചെയ്യാൻ പറ്റും. വെറുതെ ഒരു എൻട്രി മാർക്കറ്റ് പോകുന്നതിനനുസരിച്ച് ഒന്നാവില്ല. ഈ ഒരു എൻട്രി വന്നത് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ക്ലോസിങ് വെള്ളിയാഴ്ച സ്റ്റിക്ക് ഓൺ ചെയ്ത എൻട്രിയാണിത്. ഈ ഒരു എൻട്രി വരുന്നത് അത് കംപ്ലീറ്റ് ആയി, ആ ഒരു മാർക്കറ്റ് കംപ്ലീറ്റ് ആയി നെക്സ്റ്റ് എന്താണെന്നുള്ളത് ഡിക്റ്റേറ്റ് ചെയ്തത് ഹ്യൂമൻ. ഇപ്പൊ നിങ്ങളിപ്പോ മാനുവലി എടുക്കുമ്പോൾ അതിനൊരു ടൈം എടുക്കുമല്ലോ 95 കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു സാധനം കംപ്ലീറ്റ് ആകുമ്പോഴാണ് നമുക്ക് നെക്സ്റ്റ് ഒരു ഇത് വരുത്താൻ എൻട്രി പ്ലേസ് ആവില്ല. സപ്പോസ് ഫോറും കഴിഞ്ഞ് പോവാലോ മാർക്കറ്റ് കുറച്ചും കൂടെ സ്ട്രോങ് ആണ്. ഫോറും കഴിഞ്ഞ് പോവാ. അതായത് നമ്മള്
ആ ഒരു ഇതിൽ നമുക്ക് ആ ഒരു പ്രോഫിറ്റ് കിട്ടേണ്ടത് നമുക്ക് സെക്യൂർ ചെയ്യണമല്ലോ. ഫോറൻ കഴിഞ്ഞ് പോവാന്ന് ഇതിപ്പോ നമ്മൾ ഇതിന്റെ ഈ സെറ്റ് ചെയ്തിട്ടുള്ള ഈ പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് എപ്പോഴും അതായത് ഓരോ സെക്ടറിൽ എത്തുമ്പം അത് എന്നാവും സപ്പോർട്ട് എടുക്കാൻ പോകും. ആൾക്കാർ പല സപ്പോർട്ട് എടുക്കുന്ന ഏരിയയിൽ നിന്നാണ് എക്സിറ്റ് അടിക്കൽ. അതായത് ഇതിപ്പോ ഇവിടെ മാർക്കറ്റ് ഇവിടെ എത്തി, ടാർഗറ്റ് TP1 എത്തി, അവിടുന്ന് TP2 കംപ്ലീറ്റ് ആയി, ഇവിടുന്ന് വീണ്ടും TP1ലേക്ക് എന്നായി ഒരു നല്ലൊരു ഗ്രീൻ ക്യാൻഡിലോട് കൂടിയൊക്കെ എന്നായിട്ടുണ്ടായിരുന്നു, സപ്പോർട്ടിന് പോയിട്ടുണ്ടായിരുന്നു. പല ആൾക്കാർ ഇവിടുന്ന് ഇവിടെ എത്തി ഇങ്ങോട്ട് കയറുന്ന കാണുമ്പോൾ എന്നാവും ഈ സപ്പോർട്ട് ഏരിയകൾ മാർക്ക് ചെയ്ത് നമുക്കറിയാം ഇതിന്റെ ഒരു സിസ്റ്റം, ഇതിന് ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിലാണ് ഇത് ഞാൻ പറഞ്ഞില്ലേ. സപ്പോർട്ടിങ് ഏരിയ കാര്യങ്ങൾ മാർക്ക് ചെയ്താണ് ആ TPയും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എൻട്രി എടുക്കുന്ന സമയം ടാർഗറ്റ് എപ്പോഴും വെക്കുന്ന സമയം TP2 TP3 TP4 ആ രീതിയിൽ തന്നെ എന്നാക്കുക ടാർഗറ്റ് സെറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു ബെനിഫിറ്റും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടുന്ന് TP1 എത്തി, അപ്പോൾ ഓരോ പ്രോഫിറ്റും ഓരോ ഏരിയയിൽ നിന്നും പ്രോഫിറ്റ് എന്നാവും സെക്യൂർ ചെയ്ത് തന്നെ നിങ്ങൾക്ക് എന്നാക്കാൻ പറ്റും, മൂവ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ സ്ട്രോങ് ആണ്. എന്തായാലും ഇപ്പോൾ TP4 കംപ്ലീറ്റ് ആവും. ഇത് നിങ്ങളിപ്പം ഗോൾഡ് മാത്രമാണോ ചെയ്യുന്നത്? അതെ അതെ, ഗോൾഡ് മാത്രമാണല്ലേ. ഓക്കെ ഓക്കെ. ഏതാണ് ബ്രോക്കർ ഏതാണ് വരുന്നത്? ബ്രോക്കർ എക്സനസ് ഉപയോഗിക്കുന്നത്. വേറെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ചോദിക്കുക കേട്ടാ എന്താണെന്നുള്ളത്. നമ്മളിപ്പോൾ കുറേ ആൾക്കാർ പുതിയ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹാരിസ് ഉണ്ട്, അതേപോലെ ഇർഷാദ് ഉണ്ട്, ഹസീബ് ഉണ്ട്. ഹലോ ഹലോ. ഓക്കെ. ഇന്ന് അവിടെ ബിൻഷ അവിടെ ഉണ്ടോ? ഓഫീസിലുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. അതിപ്പോ അക്കൗണ്ടിലേക്ക് ഇട്ടുതരാം. ഞാൻ ഓൾറെഡി ഒരു മീറ്റിംഗിലുള്ളത്, കഴിഞ്ഞ അവിടെ അങ്ങോട്ട് ഇട്ടുതരാം കേട്ടാ. ഇപ്പം തന്നെ ഇട്ടുതരും. ഓക്കെ. ഹലോ. വലൈക്കും സലാം. ഞാൻ ഇതാ ഫ്ലാറ്റിലുണ്ട്. എത്ര മണിക്ക് എത്തേണ്ടത്? ഞാൻ ഇപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട്, ഇപ്പം കഴിയാം മീറ്റിംഗ്. ഒരു 10 മിനിറ്റ് കൊണ്ട് കഴിയും, 11:30 ആകുമ്പോൾ കഴിയും. ഓക്കെ, അങ്ങോട്ടേക്ക് ഇറങ്ങാം. ഹലോ. ഡൗട്ട്സും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിലൊന്ന് ക്ലാരിറ്റി വരുത്താം, കാര്യങ്ങളൊന്ന് പറയാം. ആർക്കും ചോദിക്കാട്ടാ, നിങ്ങൾക്കുള്ള ഡൗട്ട്സ്, നിങ്ങൾ ഏതാണ് മാർക്കറ്റ് എന്നുള്ളത്. ഓരോരോ ആൾക്കും ഓരോ ഡൗട്ട്സ് ഉണ്ടാവും. ഇത് ക്ലാരിറ്റി വന്നു, നമ്മൾ എന്താണ് കാര്യങ്ങൾ എന്താണെന്ന് ക്ലാരിറ്റി. ഓക്കെ സാർ, അതൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? സാർ, ഇപ്പോൾ ഞാൻ കുറച്ച് വൈകി വന്നുകൊണ്ടാണ് നമ്മളെ സെൽ ലിമിറ്റ് ഇട്ടിട്ടില്ലേ 4697, അത് കഴിഞ്ഞ് സാർ എൻട്രി ഇട്ടു. പിന്നെ ഈ TP1 TP2 TP3 TP4 പറയുമ്പോൾ ഇത് ഏതിലാണ് നമ്മൾ ക്ലോസ് ചെയ്യണമെന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ? അതായത് അതിനാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് TP1 TP2 TP3 TP4 എന്ന രീതിയിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഏതിലാ ക്ലോസ് ചെയ്യുന്നത് ഡിസൈഡ് ചെയ്യുന്നത്? ഇത് ക്ലോസ് ചെയ്യുന്നത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ TP1 സെറ്റ് ചെയ്തു, TP1 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ TP1ന്റെ മേലിലേക്ക്, അതായത് ഒരു പോയിന്റ് വരെ നമുക്ക് എന്താക്കാം SL വെക്കാൻ പറ്റും. അതായത് TP1 എത്തിയിട്ട് മാർക്കറ്റ് ഓക്കെ ഇപ്പം 78 എത്തി, 76 എത്തിക്കും മേലിലേക്ക്. ഇനി ഓക്കെ ഒരു 79 80 എത്തുമ്പോൾ എന്നാക്കണം ക്ലോസ് വെക്കുന്നത്, അങ്ങനെ വെക്കാൻ പറ്റും. അപ്പോൾ TP1 എത്തിയ എമൗണ്ട് അവിടെ നിന്നായി സെക്യൂർ ആയി. ഈ 80 എത്തുമ്പോൾ എന്നാൽ ഓട്ടോമാറ്റിക് അവിടെ ക്ലോസ് ആവും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് TP2ലേക്കാണ് ഉണ്ടാവല്. TP2ക്കും അതേപോലെ എന്താക്കാം, നിങ്ങൾക്ക് 70 എന്നാക്കാം SL കീപ്പ് ചെയ്യാൻ പറ്റും. TP2 എത്തി ഇവിടുന്ന് മാർക്കറ്റ് ഒരു ഇതിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നിന്നാക്കാം ക്ലോസ് ചെയ്യുക. അതായത് ഓരോ ഏരിയയിൽ നിന്നും പ്രോഫിറ്റ് സെക്യൂർ ചെയ്ത് തന്നെ താഴേക്ക് പോവാം. ആ രീതിയിൽ തന്നെ എന്നാക്കണം സെറ്റ് പറഞ്ഞു തരും കാര്യങ്ങൾ.
നിങ്ങൾ ബ്രോക്കർ ഏതാണ് അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തരും. ഇപ്പം അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട എല്ലാ അതായത് ഞാൻ കണ്ടെടുത്തോളം ഇപ്പോൾ 90% എൻട്രിയും TP1 കംപ്ലീറ്റ് TP2 വരെ കംപ്ലീറ്റ് ആകുന്നതാണ് എല്ലാം. അതായത് നിങ്ങളിപ്പോൾ ഇന്നത്തെ തന്നെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ലൈവായിട്ടുള്ള മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇനിയിപ്പം എത്തീരിയ ആയിക്കോട്ടെ, ഇനിയിപ്പം സിൽവർ ആയിക്കോട്ടെ, എല്ലാം എൻട്രി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ TP1 അത് എന്തായിട്ടുണ്ടാവും, ഒരു 95% കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. TP2 ഒക്കെ ഫുള്ള് കംപ്ലീറ്റ് ആയതാണ്, കംപ്ലീറ്റ് ആവും. അപ്പം ആ രീതിയിൽ തന്നെ വെച്ച് നമ്മൾ പറഞ്ഞുതരും എങ്ങനെയാണ് കാര്യങ്ങൾ വെക്കേണ്ടതെന്നുള്ളത്. നമുക്ക് എത്തീരത്തിൽ ഓൾറെഡി ട്രേഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷെ നെക്സ്റ്റ് ഒരു എൻട്രിക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയി, ട്രേഡ് കംപ്ലീറ്റ് ആയി, നവാഡ് ഓൺ ദി സ്പോട്ടിന് ഇവിടുന്ന് ഒരു എൻട്രി എടുക്കുക എന്നുള്ള കോൺസെപ്റ്റ് അല്ല ഇതിന് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ മാനുവലി ഇപ്പോൾ ഒരാൾ ചെയ്ത് ഒരു എൻട്രി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് ഒരു എൻട്രി എടുത്തിട്ടുണ്ടാവും. അതെന്ന് പറയുന്നത് അത് സിസ്റ്റം അല്ല. അതായത് ഇത്രയും ഒരു ഹൈക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും ഒരു റിവേഴ്സ് അല്ല. അതായത് ഇതിപ്പോൾ ഞാൻ കണ്ടെടുത്തോളം ഇതെന്താണ്, ഇതൊരു സപ്പോർട്ട് റെസിസ്റ്റൻസിന് ഇപ്പോൾ മാർക്കറ്റ് പോയതാണ്. അപ്പം മാനുവലി ഒരാൾ ഇവിടുന്ന് എൻട്രി എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ ഡാറ്റാ ബോക്സ് നോക്കിയാൽ തിരിയും. ഓക്കെ, ഇപ്പോൾ ബുള്ളിഷ് എന്ന് പറയുന്നത് ഇപ്പോൾ 2 ഇതാണ്, ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല. ഇതിപ്പോ 50 ഒന്നും ആയിട്ടില്ല. ഇതിപ്പോ വെറും 10% ഇല്ലു എന്റെ ഒരു അഭിപ്രായത്തിൽ. 10% ആണ് ഇപ്പം ബുള്ളിഷിലേക്കുള്ള ഒരു ചാൻസ് ഇവിടെ ഉള്ളത്. അത് സാർ എങ്ങനെ മനസ്സിലാക്കിയത് 10% ഉള്ളൂ എന്നുള്ളത്? 10% ഉള്ളൂ എന്നുള്ളത് ഇപ്പൊ കറന്റ് മാർക്കറ്റ് നോക്കിയപ്പോൾ ബുള്ളിഷ് ഇവിടെ ഒരു 50-50 വന്നിട്ടുണ്ട്. 5% ഇതുള്ളൂ. അതായത് ഈ ബോക്സ് എന്ന് പറയുന്നത് എന്റെ ഒരു അഭിപ്രായത്തിൽ 100% ആണ്. ഇതിലിപ്പോ നമുക്ക് ബിയറിഷ് ബുള്ളിഷ് ആയിട്ട് വന്നത് ഇതിപ്പോ മാറാം. ഇതിപ്പോ ഇവിടുന്ന് നെക്സ്റ്റ് നമുക്ക് ബിയറിഷ് വരുമ്പോൾ തന്നെ ഇതിപ്പോ ഇവിടുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. വെയിറ്റ് ചെയ്യുക. അതായത് നമുക്ക് കൺഫർമേഷൻ മസ്റ്റ് ആണ്. അപ്പൊ അത് ആ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു തരും എങ്ങനെയാണ് കൺഫർമേഷൻ എന്നുള്ളത്. അതിന്റെ ഒരു മേജർ പാർട്ടാണ് കൺഫർമേഷൻ എങ്ങനെയാണ് എന്താണെന്നുള്ളത്. നെക്സ്റ്റ് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ചോദിക്കുക കേട്ടാ, ക്ലാരിറ്റി വരുത്താം. ഇപ്പൊ നമ്മൾ ഈ അൽഗോ സോഫ്റ്റ്വെയർ മേടിച്ചു കഴിഞ്ഞാലേ നമുക്ക് അതിനകത്ത് പ്രീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നോക്കിക്കോളാം. നമ്മളത് ഈ മാർക്കറ്റ് നോക്കേണ്ട കാര്യമില്ലെന്നാണ് പറഞ്ഞത് സാർ. നിങ്ങൾ മാർക്കറ്റ് നോക്കേണ്ട കാര്യമില്ല. ഇതിപ്പോ ഓൾറെഡി നമ്മളിപ്പോ ഓട്ടോമാറ്റിക്കായിട്ട് ഏതാണെന്ന് പെയർ എടുക്കുന്ന സമയം അതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിറ്റക്ട് ചെയ്യും. ഇല്ല, പ്രാക്ടിക്കൽ അല്ല. ഞാനതാ പറഞ്ഞത് 95% അൽഗോ നോക്കിക്കോളും. ഒരു 5% നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്താൽ മതി. അപ്പൊ ഈ അൽഗോ നോക്കിക്കോളെന്ന് പറയുമ്പോഴേ ഇപ്പൊ നമ്മള് സാധാരണ ഇപ്പൊ വേണമെങ്കിൽ നമ്മൾ ലിമിറ്റ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാതിരിക്കാം. നമുക്ക് ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ട് അതിലേക്ക് വന്നാൽ അത് ക്ലോസ് ചെയ്യുന്ന രീതിയിൽ ചെയ്തിരിക്കാം. ഈ ലിമിറ്റ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെ ചെയ്യണ്ടേ, അല്ലെ അൽഗോ ചെയ്തോളൂ? ഇല്ല, ലിമിറ്റ് അതായത് എൻട്രി എടുക്കൽ നിങ്ങൾ തന്നെ എടുക്കണം. ആ ഡിസിഷൻ നിങ്ങൾ തന്നെ എടുക്കണം. അതായത് എൻട്രി കൊണ്ടേ അതിൽ പ്ലേസ് ചെയ്യാന്നുള്ളത് വെച്ചാല് അത് പറയാൻ കാരണം ഈ ബുക്ക് ബ്രോക്കേഴ്സ് ഒന്നും കംപ്ലീറ്റ് നമുക്ക് അൽഗോ ആണെങ്കിൽ ഇതിനെ ആക്കാൻ പറ്റും. നമ്മൾ ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം നമ്മൾ കണ്ടെടുത്തോളോ, ബുക്ക് ബ്രോക്കേഴ്സ് ഒന്നും അൽഗോനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതിന്റെ ബ്രോക്കറിലേക്ക് അൽഗോനെ എന്താക്കാൻ പറ്റൂല, തേർഡ് പാർട്ടി ജോയിൻ ചെയ്യിക്കാൻ പറ്റൂല. നിലവിലുള്ള ഒരു ബുക്ക് ബ്രോക്കേഴ്സും പറ്റൂല. അതായത് ഇപ്പൊ ഈ ട്രേഡിംഗ് വ്യൂവിൽ കാണുന്ന നിങ്ങളിപ്പോ ഈ കാണുന്ന ബ്രോക്കേഴ്സിലൊന്നും അൽഗോനെ എന്നാക്കാൻ പറ്റൂല. നമുക്ക് അങ്ങോട്ടേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂല. അത് അവരുടെ റൂൾസിലുള്ളതാണ്. അപ്പോൾ നമുക്കത് എന്നാക്കാൻ പറ്റും, അത് പോസിബിൾ അല്ല. അതായത് എപ്പോഴും അതായത് ഫുൾ കൺട്രോൾ ഒരിക്കലും അൽഗോന് കൊടുത്തുകൂടാ. അതും പ്രശ്നമാണ്. വെച്ചാൽ അത് അൽഗോ ചെയ്യുന്ന നിങ്ങളിപ്പോ അൽഗോ ഉപയോഗിക്കുന്ന ആൾ ചോദിച്ചാൽ അൽഗോ എന്ന് പറഞ്ഞാൽ അത് മൾട്ടിപ്പിൾ എൻട്രി, അതായത് അതൊരു എന്താ പറയാ, അതൊരു ഗാംബ്ലിംഗ് പോലെയാണ്. 10, 20, 30 എൻട്രി ഒക്കെ എടുക്കുമ്പോൾ അതിൽ നിന്ന് ഓക്കെ ഇത്ര ഇത് സക്സസ് ആയിട്ട് വരും. ആ രീതിയിലാണ്. നമുക്ക് അത്ര ആവശ്യമൊന്നുമില്ല. ഒരു എൻട്രി ആണെങ്കിൽ ഒരു എൻട്രി മതി. അതായത് നിങ്ങളെപ്പോഴും നോക്കണ്ട, ഞാൻ നേരത്തെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞൊരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് $100 കൊണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. $5 ടാർഗറ്റ് ചെയ്യണം. $5 എന്നെല്ലാം പറഞ്ഞാൽ ഒരു എൻട്രി കംപ്ലീറ്റ് നമുക്ക് $5 കിട്ടും. TP1 ഉള്ള ഒരു 2 ട്രേഡ് എടുത്താൽ തന്നെ $5 കംപ്ലീറ്റ് ആവും, $100 ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ.
TP2 അടിക്കുന്ന $2 നന്നാക്കിയാൽ മതി. രണ്ട് ട്രേഡ് കംപ്ലീറ്റ് ആയാൽ മതി. അൽഗോ ഒന്നാക്കാൻ പറ്റും. അല്ല ഇത് നമുക്ക് ആ ടാർഗറ്റ് കംപ്ലീറ്റ്. അപ്പൊ അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് നമ്മൾ സെറ്റ് ചെയ്ത് തരും. എങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെയാണ് മൂവ് ഔട്ട് ചെയ്യേണ്ടതിന്റെ ബ്ലൂ പ്രിന്റ് നമ്മൾ സെറ്റ് ചെയ്ത് തരും. അതിന്റെ സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്ത് അത് കുഴപ്പമൊന്നുമില്ല. അതായത് ഞാൻ പറഞ്ഞില്ല നമ്മളിത് നമ്മൾ എന്തായാലും ഇതിന്റെ റെക്കോർഡ് ഞാൻ അയച്ചു തരും. നമ്മൾ ഇതിന്റെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എൻട്രി എടുക്കുമ്പോൾ പറഞ്ഞതാണ്. ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഉണ്ടായി ഇത് ടാർഗറ്റ് 4 കംപ്ലീറ്റ് ആവുന്നുള്ളത്. അതിപ്പോ ഓൾറെഡി ടാർഗറ്റ് കംപ്ലീറ്റ് ആയി. മോർണിംഗ് നല്ല ഇതാണ്. മോർണിംഗ് നല്ല എപ്പോഴും നമുക്ക് നല്ല വെച്ചാൽ മാർക്കറ്റ് ഓപ്പൺ ആകുന്ന സമയം നല്ല ഒരു ഇത് നമുക്ക് പ്ലേസ് ആയി കിട്ടും. പക്ഷെ നമുക്ക് മേടിക്കുന്നതിന് മുമ്പ് 1-2 ദിവസം നമുക്ക് എന്തെങ്കിലും ടെസ്റ്റ് നടത്താനുള്ള എന്തെങ്കിലും സൗകര്യം ഉണ്ടോ അതിനകത്ത്? ഇപ്പൊ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ലൈവ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കല്. നിങ്ങൾക്ക് ഇതിന്റെ ഒരു പ്രശ്നം നമുക്ക് ഇതിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഇൻസ്റ്റാൾ ചെയ്ത് തന്നാൽ അറ്റ് എ ടൈം 1 ടൈം ഇത് ഇൻസ്റ്റാൾ ചെയ്ത് തന്നാല് അതിപ്പോ തന്നെ റിമൂവ് ഓപ്ഷൻ ഇല്ല. അത് അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന്റെ നിങ്ങൾ ഒരു IP-യിലേക്ക് നമ്മൾ 1 ടൈം ഇത് വന്നു കഴിഞ്ഞാല് ഇതിപ്പോ ഈ ടൂളൊക്കെ ഇതിൽ കാണുന്ന ഇൻഡിക്കേറ്റേഴ്സിന്റെ ഒക്കെ അവർക്ക് എന്നാക്കാം ഇത് കാര്യങ്ങൾ ഓപ്ഷൻ മാറ്റാൻ ഇതാക്കുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഇതാണ് നമ്മള് ഇതിന്റെ ട്രേഡിംഗ് വ്യൂ ആയിട്ട് കൊടുത്തത് കൊണ്ട് ട്രേഡിംഗിന്റെ IP-യിലേക്ക് ഒരിക്കലും കണക്ട് ചെയ്താൽ പിന്നെ അവിടെ നന്നാക്കാൻ പറ്റില്ല. അത് പോകൂല. നമുക്ക് ഓപ്ഷൻ ഇല്ല. അപ്പൊ നമ്മളിപ്പോ ഒരു സിസ്റ്റത്തിൽ നിന്ന് നമ്മളിപ്പോ വേറൊരു സിസ്റ്റം മാറണം. അപ്പൊ അതിലോട്ട് മാറുമ്പോൾ പിന്നെയും നമ്മൾ മേടിക്കേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലും? ഇല്ല. നിങ്ങളെ ഇമെയിൽ നിങ്ങളിത് നമുക്ക് ആക്സസിന് തരേണ്ടത് നിങ്ങളെ ഇമെയിൽ അതായത് പേഴ്സണൽ ഇമെയിൽ ഐ ഡി. എല്ലാവരും പേഴ്സണൽ ഇമെയിൽ ഐ ഡി ജോയിൻ ചെയ്തിട്ടുണ്ടാക്കി ഒരു പുതിയ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ആക്കി തന്നാൽ മതി. ആ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും നിങ്ങൾക്ക് അവിടെ സെക്യൂർ ആക്കി വെച്ചാൽ മതി. ഇത് ഫോർ 1 ഇയർ ആണോ അല്ല ലൈഫ് ടൈം ആണോ? ഇത് ഞാൻ പറഞ്ഞില്ലേ ട്രേഡിംഗ് വ്യൂ ഉള്ളിടത്തോളം കാലം ഇത് അവിടെ ഉണ്ടാവും, ഉപയോഗിക്കാം. ഓക്കെ. ആ ഗ്യാരണ്ടി ആണ് ഇപ്പൊ കൊടുക്കുന്നത്. റിന്യൂവൽ ചാർജസ് ഒന്നും വരില്ല പിന്നെ ഭാവിയിൽ? ഇല്ല. അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായി കിട്ടുകയും ചെയ്യും. നിങ്ങളുടെ ഓഫീസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് എവിടെയാണ്? ഓഫീസ് വരുന്നത് കാലിക്കറ്റ് ഉണ്ട്. കാലിക്കറ്റ് ആണ് ഇപ്പൊ ഓഫീസ് വരുന്നത്. കാലിക്കറ്റ് എവിടെയായിട്ടാണ്? കാലിക്കറ്റും ദുബായ് ആണ് ഓഫീസ്. ഇപ്പൊ കാലിക്കറ്റ് നമ്മളെ ചെറുകുട്ടി ബീച്ചിന്റെ അടുത്താണ് ഓഫീസ് വരുന്നത്. നിങ്ങളിപ്പോ എവിടെയാണ് സ്ഥലം? ഞാൻ ട്രിവാൻഡ്രമാണ്. ഈ സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എത്ര കാലമായി അൽഗോ ഇറക്കിയിട്ട്? ഞങ്ങളൊരു 10 കൊല്ലമായി അതായത് ട്രേഡിങ്ങിന്റെ ടൂള് മാത്രം ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് നമ്മൾ ട്രേഡിങ്ങിന്റെ ടൂൾസ് മാത്രമാണ് നമ്മൾ ഡെവലപ്പിംഗ് വരുന്നത്, ബാക്കി ഡെവലപ്പിംഗ് അല്ല. അതിന്റെ അപ്ഡേഷനാണ് നമ്മളിപ്പോ റീസെന്റ് അടുത്ത വേറെ ടൂൾ നമ്മൾക്ക് ഓൾറെഡി ലോഞ്ചിങ്ങിൽ നിൽക്കുന്ന ടൂൾ ഉണ്ട്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ബിഗ് പ്ലേയേഴ്സ് ഉണ്ട്, മാനിപ്പുലേഷൻ ടീംസ് ഉണ്ട്, മാർക്കറ്റിൽ എൻട്രി ചെയ്യുന്ന മാനിപ്പുലേഷൻ ടീംസ്. അപ്പം അതിന്റെ ഒരു ടൂൾ നമ്മൾ ഓൾറെഡി അത് ഇതിലാണ് അണ്ടർ പ്രോസസിങ്ങിലാണ്. അതായത് ഈ എന്താ പറയാ വലിയ കോർപ്പറേറ്റുകൾ വന്ന് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഏരിയകൾ ഡിറ്റക്ട് ചെയ്യുന്ന ഇതിലാണ് ഇപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഓൾറെഡി കഴിഞ്ഞു, ഒരു 99% കഴിഞ്ഞു. അത് ഓൾറെഡി ഇപ്പൊ ട്രേഡിംഗ് വ്യൂ ആയിട്ടുള്ള അതിന്റെ കുറച്ച് എന്താ പറയാ ഇത് കഴിഞ്ഞോണ്ടിരിക്കുകയാണ്. നമുക്ക് ട്രേഡിംഗ് വ്യൂയിലേക്ക് ഒരു സാധനത്തിന് അതിന്റെ ബാക്ക് എൻഡ് പാർട്ട്ണർഷിപ്പ് ആവാന്ന് പറയുന്നത് അത് കുറച്ച് റിസ്കി എലമെന്റ്സ് ആണ്. കുറച്ച് കാര്യങ്ങളുണ്ട്, അതിന് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഒരു കോപ്പി പേസ്റ്റ് വേറെ ആള് ചെയ്ത സാധനത്തിന് നമുക്ക് ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ കുറെ സിസ്റ്റം ഉണ്ട്. ഇതിൽ കോപ്പി ട്രേഡിംഗ് ഉണ്ടോ? ഇല്ല, ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ഒരു കോപ്പി ട്രേഡ് മോഡൽ തന്നെയാണല്ലോ ഇപ്പൊ ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്കിപ്പോ കോപ്പി ട്രേഡ് എന്ന് പറഞ്ഞത് തന്നെയാണ്. അതായത് ഒരാള് ചെയ്യുന്ന സാധനം നമുക്കത് റെഫർ ചെയ്ത് തരാന്നുള്ളതാണ് കോപ്പി എന്ന് പറയുന്നത്. നമുക്ക് ഇതിൽ കാണിച്ച അൽഗോ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അത് നമ്മൾ കോപ്പി ചെയ്യുക, അവിടെ പേസ്റ്റ് ചെയ്യുക. കോപ്പി പേസ്റ്റ് മെത്തേഡ് ആണ് ഇപ്പൊ ഇവിടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത് ആ രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. തന്നെയാണ് അതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. സാർ ഏതിലാണ് ട്രേഡ് ചെയ്യുന്നത്? ഗോൾഡ് തന്നെയാണ്. ഓക്കെ. ഗോൾഡ് നല്ല മാർക്കറ്റാണ്. ഗോൾഡ് ഞാനും ചെയ്യുന്നതാണ്, നല്ല മാർക്കറ്റാണ്. പക്ഷെ നമ്മള് ബ്രോക്കറിന്റെ അടുത്താണ് പ്രശ്നങ്ങൾ വരുന്നത്. അത് മാത്രം നോക്കിയാൽ മതി. ബ്രോക്കറിന്റെ എന്ത് പ്രശ്നങ്ങളൊക്കെ വരാനുള്ളത്? ബ്രോക്കറിന്റെ അടുത്തുള്ള മേജർ പ്രശ്നങ്ങളാണ് ഒന്ന്, അത് എ ബുക്ക് ബ്രോക്കർ ആണോ ബി ബുക്ക് ബ്രോക്കർ ആണോ എന്നുള്ളത്
ക്ലാരിറ്റി ഇല്ല കേട്ടോ വോയിസ്. വോയിസ് ക്ലാരിറ്റി ഇല്ല കേട്ടോ. ഇപ്പൊ ഓക്കെ അല്ലേ? അതെ അതെ. അതായത് നമുക്ക് റിയൽ ഡാറ്റ ഇല്ലാത്തൊരു സ്ഥലത്ത് നമുക്ക് ട്രേഡ് ചെയ്തതിനെ കൊണ്ട് കാര്യമില്ല. അതാണ് ഈ ബ്രോക്കറിന്റെ ഇതിൽ വരുന്ന പ്രശ്നങ്ങൾ. ഈ ബിനാൻസിൽ നമുക്ക് ഗോൾഡ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇപ്പോ ബിനാൻസിൽ ഗോൾഡ് ആഡ് ആയിട്ടുണ്ട് റീസെന്റ് ഒരു 2 month ആയി. വോളിയം കറക്റ്റ് ആണോ അതിനകത്തും? അതിൽ കറക്റ്റ് ആണ്. അതായത് വോളിയം അതിൽ നല്ല വോളിയം ഉണ്ട്, കറക്റ്റ് വോളിയം. ഞാനിപ്പോ ഗോൾഡ് ബിനാൻസിൽ തന്നെയാണ്, എക്സിനസിലാണ് ഞാൻ ഉണ്ടായത്. പിന്നെ അതിൽ നിന്ന് എക്സിനസിന്റെ ഒരു ഇഷ്യൂ വന്നവര് പിന്നെ ബിനാൻസിലേക്ക് മാറിയതാണ് ഗോൾഡ്. അല്ല, എക്സിനസ് ഇന്ത്യയിൽ മാത്രമേ പ്രശ്നമുള്ളൂ, വെളിയിൽ പ്രശ്നമില്ല. വെളിയിൽ പ്രശ്നമില്ല. ഇവിടെ ഒരു പ്രശ്നം വന്നതുകൊണ്ടാണ് ഞാനത് മാറ്റിയത്. പിന്നെ ബിനാൻസ് ഞാൻ ഓൾറെഡി ഒരു 5 to 6 year ആയി ബിനാൻസ് തന്നെ ഉപയോഗിക്കുന്നത്. ബിനാൻസിലെ ലിവറേജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് അറിയില്ല. ലിവറേജസ് ഉണ്ട് ബിനാൻസിൽ. എത്ര എക്സാ വരുന്നേ? ഇത് ഡിപ്പെൻഡ്സ് ഓൺ കോയിൻ, ഓരോരോ മാർക്കറ്റ് അനുസരിച്ചാണ്. ഗോൾഡിലൊക്കെ വരുന്നത് ഇപ്പോൾ ഒരു 150 വരുന്നുണ്ട്. ഓരോ കോയിൻ 75, 65, 100 അതെല്ലാം ഡിപ്പെൻഡ്സ് ഓൺ ഓരോ ഇതനുസരിച്ചാണ്, ഓരോ കോയിന്റെ ഇതനുസരിച്ചാണ്. സ്പ്രെഡ് ഒക്കെ വരുന്നതോ? ടാക്സ് സ്പ്രെഡ് ആണ് വെച്ചാൽ ഇതിനിപ്പോ നിങ്ങൾക്ക് ടാക്സ് ആയിട്ട് ഇപ്പൊ ഒരു ട്രേഡിന് പോകുന്നതല്ലേ, ചെറിയ സ്പ്രെഡേ വരുന്നില്ല. അതായത് പറഞ്ഞാൽ ഇപ്പോ ഇതിന്റെ ഒരു സ്പ്രെഡിന്റെ കണക്ക് എന്ന് പറഞ്ഞാല് മോസ്റ്റ് എല്ലാവരും, അതായത് നല്ല വോളിയം ഉള്ള കോയിൻസിന് സ്പ്രെഡ് കുറയും. അല്ല, ഞാൻ ഗോൾഡിന്റെ കേസാ പറഞ്ഞത്. അവിടെ അപ്പൊ അതിനകത്ത് സ്പ്രെഡ് മാത്രമാണോ അല്ലെ കമ്മീഷൻ കൂടെ വരുന്നുണ്ട്? എങ്ങനെയാണ് വരുന്നത്? സ്വാപ്പ് ചാർജ് എങ്ങനെയാണ്? ഇല്ല, അതായത് നിങ്ങൾക്ക് ഇപ്പൊ പ്രോഫിറ്റ് ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാല് ചെറിയൊരു പെർസെൻറ്റേജ് ആണ് അത് കംപ്ലീറ്റ് ആയാൽ, സിംഗിൾ പെർസെൻറ്റേജ് ആണ്. അതായത് ഒരു $100 പറഞ്ഞു കഴിഞ്ഞാൽ ഒരു $1 to $2 ഉള്ളിൽ അങ്ങനെ ആ രീതിയിലേ വരും. സ്വാപ്പ് ചാർജ് ഉണ്ടോ അതിനകത്ത്? ഇല്ല, ഇല്ല. അങ്ങനെ കുറേ ചാർജസും കാര്യങ്ങളും ഇതിലില്ല. ഇതിലൊരൊറ്റ ഇതേ ഉള്ളൂ. അതായത് നമ്മൾ ട്രേഡ് കംപ്ലീറ്റ് ആയാൽ, അതായത് ട്രേഡിംഗ് വ്യൂവിൽ അതായത് പറഞ്ഞാല് ഇതിന്റെ ഓരോ കോയിൻ കമ്മീഷനാണ് നമ്മൾ ട്രേഡിംഗ് വ്യൂ കൊടുക്കേണ്ടതാണ് ട്രേഡ് കംപ്ലീറ്റ് ആകുമ്പോൾ. അപ്പോൾ ചില കോയിനൊക്കെ എനിക്ക് അതായത് $50, $20, $30 കമ്മീഷൻ പോയതുണ്ട്. അതായത് $1000 പ്രോഫിറ്റ് അടിച്ചത് $100 ഇതെടുത്ത ആൾക്കാരുണ്ട് ഫീസ് എന്ന് പറഞ്ഞിട്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പുതിയ കോയിൻ ഉണ്ടാവില്ല മാർക്കറ്റിൽ ഇറങ്ങുന്നത്, പുതിയ ലോഞ്ച് ആകുന്ന കോയിൻ, അത് അവന്മാരെ പരിപാടിയാണ്. അത് മാർക്കറ്റിൽ ഓൾറെഡി നല്ല വോളിയം നല്ല ട്രേഡിംഗ് ഇതുള്ള കോയിൻസിന് ഒരിക്കലും അത്ര നമുക്ക് എന്നാവൂല, ചാർജസ് വരൂല. ഗോൾഡിൽ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ചാർജസ്, വലിയ ചാർജസ് വന്നിട്ടില്ല. ഒരു പോയിന്റ് ചാർജസ് മാത്രമേ പോയിട്ടുള്ളൂ. അത് വലിയൊരു ചാർജസ് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല, ഫീസായിട്ട് പോയിട്ടില്ല. അല്ല, എനിക്കത് കാര്യം സ്വാപ്പ് ചാർജ് ഇല്ല. ബൈനാൻസിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ബെറ്റർ ആണ്. അല്ല, അതായത് അതാ പറഞ്ഞത്, അതായത് ബൈനാൻസ്, അതായത് ഞാൻ പറഞ്ഞില്ല ബൈനാൻസിന് കുറെ, അതായത് നമ്മൾ ഉപയോഗിക്കുന്നതിന് കുറെ അഡ്വാൻറ്റേജ് ഉണ്ട് ബൈനാൻസിന്. പക്ഷെ അത് ആർക്കും അറിയാത്തതിന്റെ പ്രശ്നമാണ്. ചാർജസ്, അതായത് ബാക്കിയുള്ള ബ്രോക്കേഴ്സ് ഈ ചാർജസും കാര്യങ്ങളും അത് ഇതൊക്കെ അത് അവർക്ക് പോകേണ്ട റവന്യൂ ആണ്, ബ്രോക്കറിന് പോകേണ്ട റവന്യൂ ആണ്. പല പേരിലും നിങ്ങളടുത്തും ചാർജസ് ഉണ്ടാക്കുന്നത്. പിന്നെ ബൈനാൻസിലുള്ളത് പിന്നെ നിങ്ങൾ അതിലിപ്പോൾ അതിൽ എമൗണ്ടിനാണ് ട്രേഡ് ചെയ്യേണ്ടത്, അതല്ലാണ്ട് കാര്യങ്ങൾ നിങ്ങൾ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യലല്ല. ലോട്ട് സൈസിലല്ല വരുന്നത്. അത് മനസ്സിലായോ? അതെ, നമ്മളിവിടെ എടുക്കുന്ന പോലെ ലോട്ട് സൈസിലല്ല വരുന്നല്ലേ? അല്ല, ലോട്ട് സൈസ് അല്ല. നിങ്ങൾ എത്ര ഡോളറാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു $100 ഉണ്ടെങ്കിൽ അതിൽ എത്ര നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് ട്രേഡ് അവിടെ നടക്കുന്നത്.
ലോട്ട് സൈസ് സിസ്റ്റം അല്ല ബിനാൻസിൽ നടക്കുന്നത്. ഇപ്പൊ $100 അല്ലെങ്കിൽ $1000 നിങ്ങളെ ക്യാപിറ്റൽ ഉണ്ട്, അതിൽ നിന്ന് ഇപ്പൊ $500 നിങ്ങൾ എന്നാക്കുന്നു ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിനവിടെ ട്രേഡ് നടക്കുന്നു. അതിപ്പോ ലിവറേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് വരുന്നതിന് അത് ആ രീതി തന്നെയാണ്. ഇത്ര 5x ആണ്, 5x ഇടാം. 10x വരെ നോർമലാണ്, 10x വരെ നോർമലാണ്. അതായത് ഞാൻ എപ്പോഴും പറയല് എമൗണ്ട് കൂടുന്നതിനനുസരിച്ചിട്ട്, അതായത് നമ്മളെ ക്യാപിറ്റൽ ഇൻക്രീസ് ആകുന്നതിനനുസരിച്ചിട്ട് എന്താക്കാം, ലിവറേജ് കുറക്കാം. അതാണ് അതിന്റെ ലിവറേജ്. ലിവറേജ് എന്ന് പറയുന്നത് പഠിക്കാനുള്ള ഒരു ഫാക്ടറാണ്, ഒരു സിമ്പിൾ മെത്തേഡ് അല്ല. ലിവറേജ് ഉപയോഗിക്കുന്നത് പോലും ഉപയോഗിച്ചാൽ അതും പ്രശ്നമാണ്. അതായത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എമൗണ്ട് ക്യാപിറ്റൽ എത്രത്തോളം ഇൻക്രീസ് ആകുന്നു അത്രത്തോളം ലിവറേജിനെ കുറച്ചു കൊണ്ടുവരാം. അതായത് 5x ഉള്ളിലേക്കെല്ലാം എന്നാക്കാം, സ്റ്റേബിൾ ആക്കി കൊണ്ടുവരാം. എമൗണ്ട് കൂടുന്നതിനനുസരിച്ച്, കുറയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്നാക്കാം ഒരു 10x 15 വരെ നിങ്ങൾക്ക് ഇതനുസരിച്ച് കൂട്ടാനും പറ്റും. അതൊരു ഫാക്ടറാണ് അതിന്റെ. അതായത് എപ്പോഴും അതായത് എന്ന് പറഞ്ഞാല് എല്ലാത്തിലും അതിന്റെ ഒരു ടെക്നിക്സ് എല്ലാത്തിലും ഉണ്ടാവും. അതായത് അവർക്ക് ബ്രോക്കറിനുള്ള ലാഭങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ബ്രോക്കറിന്റെ വരുമാനങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ, അതായത് ടെക്നിക്സ് ആണ് അതിന്റെ ഉള്ളിൽ നടക്കുന്നത്. അതായത് എല്ലാ ടെക്നിക്കിലും പോയിട്ട് നമ്മൾ എന്നാക്കണ്ട, അങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്യണ്ട. അതാണ് അതിന്റെയൊക്കെ ഒരു ഫാക്ടർ വരുന്നത്. പല ബ്രോക്കറിനും പല പല രീതിയിലുള്ള ടെക്നിക്സ് ആണ് അതിന്റെ ഉള്ളില് എന്നാകുന്നത് അവര് ചെയ്യിക്കുന്നത്. നമ്മളത് യൂസ് ചെയ്യണം എന്ന രീതിയിലാണ് അത് നമ്മൾ പ്രൊമോട്ടും ചെയ്യുന്നത്. പല ബ്രോക്കറിന്റെ പരസ്യത്തിൽ അതാണ്. അതായത് ഇപ്പൊ കോയിൻഡിസി ആയിക്കോട്ടെ, ഇതൊക്കെ പരസ്യം എന്ന് പറഞ്ഞാൽ ലിവറേജ് ആണ് പരസ്യം. അതായത് എല്ലാ ബ്രോക്കറും ഹൈലൈറ്റ് ചെയ്യലും ലിവറേജിലാണ്. 3x ലിവറേജ് 200, അതായത് കോയിൻഡിസിന്റെ എന്ന് പറഞ്ഞാൽ 200x ലിവറേജ് എന്ന രീതിയിലാണ് പരസ്യം. അപ്പൊ ഈ ലിവറേജ് എന്ന് പറഞ്ഞ് പരസ്യം കാണിക്കുന്നത് തന്നെ അതായത് നമ്മളെ ചതിക്കൂലേക്ക് എന്നാക്കാനാണ്, നന്നാക്കാനല്ല. എന്തായാലും നമ്മളത് അനുസരിച്ചുള്ള ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതാണ് അതിന്റെ ഒരു ഫാക്ടർ വരുന്നത്. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് പറഞ്ഞെങ്കിലും ഡൗട്ട്സ് നമുക്ക് ക്ലിയർ ആക്കാനുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. പക്ഷെ നമ്മളിത് ഇത്ര മാത്രമേ കണ്ടിട്ടുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അതാണ് ഒന്നാമത്തെ ഇഷ്യൂസ് അതിനകത്ത്. ബാക്കി എന്താണ് വേണ്ട കാര്യങ്ങൾ ബാക്ക് ടെസ്റ്റ് നമുക്ക് നോക്കണ്ടേ? നമ്മള് ഈ ബാക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഇതിലിപ്പോ അത്യാവശ്യം നിങ്ങൾക്ക് എത്രയാണ് ബാക്ക് ടെസ്റ്റ് വേണ്ടത് ഇപ്പൊ ഇതിൽ കിട്ടും. ഇതിലിപ്പോ ഓക്കെ ഗോൾഡിൻ്റെതാണെങ്കിൽ ഇതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബാക്ക് ടെസ്റ്റ് ഒക്കെ ഇതിൽ തന്നെ ഇതിൽ ഇവർക്ക് ജെന്യൂൻ ബാക്ക് ടെസ്റ്റ് മാത്രമേ കാണിക്കാൻ പറ്റും. ഇത് നമ്മൾ സെറ്റാക്കുന്നതല്ല, ട്രേഡിംഗ് ആയിട്ടുള്ളതാണ്. ബാക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതാണിപ്പോൾ ഇതിന്റെ ഒരു ആക്ച്വൽ ടൂളിന്റെ ഒരു പെർഫോമൻസ് വരുന്നത് നിങ്ങളിപ്പോ കാണുന്നത്. അതാണ് അതിന്റെ ഒരു ആക്ച്വൽ വരുന്നത്. നമ്മളിപ്പോ നിങ്ങൾക്ക് 90% അതിന്റെ വിന്നിങ് റേഷ്യോ കാര്യങ്ങളാണ്. മാർക്കറ്റ് മാറുന്നതിനനുസരിച്ചിട്ട് വിന്നിങ് റേഷ്യോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു മൂവ്മെന്റ് എപ്പോഴും ഉണ്ടാവും. വിന്നിങ് റേറ്റ് 44 47 വിന്നിങ് റേഷ്യോ 67 ലോസ് വന്നു. ഇപ്പൊ ടോട്ടലിന് 91 ട്രേഡാണ് വിന്നിങ് ആയിട്ടുള്ളത് വന്നിട്ടുള്ളത്. 44 ട്രേഡാണ് ലോസ് വന്നിട്ടുള്ളത് ലാസ്റ്റ് ഡേയ്സിൻ്റെ. അപ്പം ഇതാണിപ്പോ നിങ്ങൾക്കിപ്പോ ഇതാക്കി തരാനുള്ള ബാക്ക് ടെസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോ ഏത് സ്ട്രാറ്റജിയിലാണ് ചെയ്യുന്നത്? സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രൈസ് ആക്ഷന് ബാക്കിയുള്ളൊന്നും വർക്ക് ആവുന്നില്ല. ഞാൻ ഉപയോഗിക്കുന്നത് EMA വെച്ചിട്ടാ ചെയ്യുന്നത്. EMAയും ട്രെൻഡ് ലൈൻ വെച്ചിട്ടാ ചെയ്യുന്നത്. മനസ്സിലായി. EMA വെച്ചിട്ടാണ്. ഓക്കെ, അറിയാം. ഓക്കെ, കുഴപ്പമില്ല.
അതാണ് ഞാൻ നടുക്കത്തെ ആ ഡോട്ട് EMA ആണോ എന്ന് ചോദിച്ചത്. മനസ്സിലായി. നിങ്ങളുടെ ഇത് ഏതൊക്കെ ടൈം ഫ്രെയിമിലാണ് കറക്റ്റ് വർക്ക് ആവുന്നത്? കറക്റ്റ് ആയിട്ട് 5 മിനിറ്റും 15 മിനിറ്റും. 5 മിനിറ്റ്. അതാണ് അതിന്റെ ഒരു വർക്കിംഗ് വരുന്നത്. ഇതിനകത്ത് വോളിയം ബേസ് വരുന്നുണ്ടോ? വോളിയം ഇതിനകത്ത് കാൽക്കുലേഷൻ ആകുന്നുണ്ടോ നിങ്ങളുടെ അൽഗോരിതത്തിനകത്ത്? ഏത് വോളിയം ഇതിനകത്ത് അൽഗോരിതത്തിനകത്തെ വോളിയത്തിന്റെ ഇത് വരുന്നുണ്ടോ എന്നാ ചോദിച്ചത്. ഇവര് ഇതിനകത്ത് നിങ്ങൾ ഈ സിഗ്നൽ ഇതാണ് വോളിയം. വോളിയം അതാണല്ലേ? ഇതാണ് ഇതിലിപ്പം വോളിയം വരുന്നത്. ഇപ്പൊ ഗോൾഡിൽ ഇപ്പൊ ഇവിടെ എന്നായിട്ടുണ്ട്, ഇവിടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇവിടുന്ന് ഒരു ഹൈക്കൊക്കെ വന്നു. ഓക്കെ, ഒരു ബുള്ളിഷ് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് എൻട്രി കൺഫർമേഷൻ വന്നിട്ടില്ല. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. എൻട്രി ഉണ്ടെങ്കിൽ നമുക്ക് ബുള്ളിഷിലേക്ക് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് എൻട്രി TP കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തരും. വെയിറ്റ് ചെയ്യുക, കൺഫർമേഷന് വെയിറ്റ് ചെയ്യുക. അതായത് താഴെ ബൈ അടിച്ചിട്ട് ബാക്കിയുള്ള ഇത് അങ്ങോട്ട് മേലോട്ട് മാറും. ഹലോ, കറണ്ട് പോയി. നോക്കിയോട്ടെ, ഒരു മിനിറ്റ്. കൊറേ സമയമായ. ഓക്കെ നോക്കട്ടെ. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ ഒരു മീറ്റിംഗിലാണോ? ഹലോ, ഓക്കെ. ഹലോ. നമ്മുടെ ഈ താഴത്തെ ഡാറ്റ കൊടുത്തേക്കണ്ടേ, ബുള്ളിഷ് ആൻഡ് ബെയറിഷ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തേക്കണ്ടേ, 50 മിനിറ്റ്സ് 30 മിനിറ്റ്സ് 1 അവർ. അതിൽ എത്ര ഇത് കിട്ടുമ്പോഴാണ്, ഏതിലൊക്കെ വരുമ്പോഴാണ് നമ്മൾ ആ ഒരു കൺഫർമേഷൻ എടുക്കുന്നത്? ഇതിലിപ്പോ ഓക്കെ, ഇപ്പൊ ഇവിടെ ബുള്ളിഷ് നമുക്കിത് 50 മിനിറ്റും 1 അവർക്ക് ഇത് ഫുള്ളി എന്നാവും മാറിയിട്ട് വരും, കംപ്ലീറ്റ് മാറും. അതായത് 1 അവറിലും ബുള്ളിഷ് ആവും, 30 മിനിറ്റിൽ ബുള്ളിഷ് ആവും, 50 മിനിറ്റിലൊക്കെ ഇത് ഫുള്ളി ബുള്ളിഷ് ആവും. അത് ബുള്ളിഷ് ആവുമ്പോൾ മാത്രമേ നമുക്ക് അവിടെ ബൈ സിഗ്നൽ വരുള്ളൂ. യെസ്, അത് ബുള്ളിഷ് ആകുമ്പോഴല്ല, നമുക്കിതൊരു ഇപ്പൊ ഒരു 50-50 ആകുമ്പോൾ തന്നെ ഇവിടെ ബുള്ളിഷ് വന്നു കഴിഞ്ഞാല് നമുക്കത് ബാക്കി കൺഫർമേഷൻ വെയിറ്റ് ചെയ്യാം. നമുക്കിത് ഫുള്ളി എന്നാവണം, ഏത് ഡയറക്ഷനിലേക്കാണ് ഉള്ളത് ഫുള്ളി എന്നാവണം, ആ ഡയറക്ഷനിലേക്ക് ഇത് ആയിട്ട് വരണം. അല്ല, ഞാൻ ചോദിച്ച ആ സമയത്ത് മാത്രമേ അവിടെ ബൈ സിഗ്നൽ വരുള്ളൂ? അല്ല, നേരത്തെ വരും. ഇപ്പൊ ഞാനത് വേണമെങ്കിൽ എക്സാമ്പിൾ കാണിച്ചു തരാം. വേറെ ഏതെങ്കിലും മാർക്കറ്റിലുണ്ടോ ഞാൻ ചെക്ക് ചെയ്ത കൂട്ടുക. ഫുള്ളി കംപ്ലീറ്റ് ആകുമ്പോഴല്ല, അതിന് മുന്നേ വരും. ഇതിപ്പോ ഇവിടെ കണ്ട, ഇവിടെ ഇപ്പോ ഓക്കെ, ഇവിടെ ഇപ്പൊ TP2 വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ഒരൊറ്റടി കംപ്ലീറ്റ് ആയതെന്ന് വെച്ചാൽ കറന്റ് മാർക്കറ്റ് ബുള്ളിഷിലേക്ക് വന്നു ഓൾറെഡി. ഈ കറന്റ് മാർക്കറ്റ് ആണ് ആദ്യം എന്നാണ്ട് നമുക്ക് ഫില്ലായിട്ട് വരേണ്ടത്, അവിടെ ഉള്ള മാർക്കറ്റ്. കറന്റ് മാർക്കറ്റ് നമുക്ക് എന്നാണ് എപ്പോഴും പെട്ടെന്ന് ബുള്ളിഷിലേക്ക് വരണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഓക്കെ, ഇതിപ്പം BTCയുടെ ഇതനുസരിച്ചാണ് ഇപ്പൊ ഇത് പോകുന്നത്, മാർക്കറ്റ് പോകുന്നത്. BTC എടുത്ത് കഴിഞ്ഞാൽ BTC എന്താണെന്ന് നോക്കി നോക്കാം. BTCയിൽ ഇപ്പം ബുള്ളിഷിലേക്ക് വന്നിട്ടുണ്ട്, പക്ഷെ മാർക്കറ്റ് മാറിയിട്ടില്ല. സ്റ്റിൽ കൺഫർമേഷന് വെയിറ്റ് ചെയ്യാം. എൻട്രി കാര്യങ്ങൾ എവിടെയാണെന്നുള്ളത് സെറ്റ് ചെയ്ത് തരും, അതിന് വെയിറ്റ് ചെയ്യുക. പക്ഷേ ഇതിൽ എൻട്രി വാങ്ങിച്ചാൽ ഉടനെ നമ്മൾ അത് എടുക്കത്തില്ല, വീണ്ടും നമ്മൾ അതിനകത്ത് കൺഫർമേഷൻ എടുക്കണം. അത് പറഞ്ഞുതരും. എൻട്രി കാണിച്ചാൽ അവിടെ നമ്മൾ എൻട്രിയിലില്ല, അന്നേരം നോക്കണം, ഡാറ്റാ ബോക്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം, എന്താണ് സിറ്റുവേഷൻ, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അതിനാണ് ഡാറ്റാ ബോക്സ് ഉള്ളത്. ഇവിടെ ഇപ്പോ ഈ 5 മിനിറ്റ് ചാർട്ട് ഇടുമ്പോഴും 1 അവർ ചാർട്ടിന്റെ എഫക്റ്റീവ് അതിനകത്ത് വരുന്നില്ലേ? എനിക്കതൊരു ഡൗട്ട് വരുന്നു, അതാണ് ചോദിച്ചത്. എങ്ങനെയാണ് മനസ്സിലായിട്ടില്ല. നമ്മളിപ്പോ 5 മിനിറ്റിന്റെ ചാർട്ടിലാണ് നമ്മൾ ഇതെല്ലാം എടുക്കുന്നത്. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ தெரியும், ഇപ്പൊ ഇവിടെ എന്താണ് ബുള്ളിഷിലാണ് എൻട്രി ഉള്ളത്.
ഓക്കെ. ഇപ്പോൾ ഇവിടെ ടോട്ടൽ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കെ ഈ രണ്ട് മാർക്കറ്റും അതായത് ഇപ്പോൾ ഇത് ഏകദേശം നമുക്കൊരു 50-50 ചാൻസിൽ ഇപ്പോൾ എൻട്രിയുടെ കൺഫേം ആയിട്ടുണ്ട്. ഇത് ഓൾറെഡി എൻട്രി ആണ്, കൺഫേം എൻട്രി ആണിത്. ഓക്കെ, ഇതെടുക്കാം, ഈ എൻട്രി എടുക്കാൻ പറ്റും ഡോഡ്ജിൽ. ഇത് എൻട്രി ഓക്കെയാണ്. ഇപ്പൊ നമ്മളിപ്പോ എൻട്രി എൻട്രി ഓക്കെയാണ്, താഴെ നിൽക്കുന്ന മാർക്ക്. എൻട്രി ഓക്കെയാണ്, ഇത് എൻട്രി എടുക്കാൻ പറ്റുന്ന എൻട്രിയാണ്. ഒരു TP2 TP3 ഒക്കെ അടിക്കുന്ന എൻട്രിയാണ്, എടുക്കാൻ പറ്റുന്ന എൻട്രിയാണ്, കുഴപ്പമില്ല. അപ്പോൾ കൺഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ തിരിയും. അതായത് ഈ ബോക്സിൽ ഇപ്പോൾ ഓക്കെ ഇതിപ്പം കറണ്ട് മാർക്കറ്റ് ബുള്ളിഷാണ്. ഇതിപ്പോൾ ഇതെല്ലാം ബുള്ളിഷിലേക്ക് കയറി വരും, ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, ബുള്ളിഷിലേക്ക് ഇത് മാർക്ക് ഔട്ട് ആവും. ഹലോ, ആ ആ ആ ഇൻവേർട്ടർ ഉണ്ട് അവിടെ. നിങ്ങൾ ആ ലൈറ്റ് അവിടെ മൊത്തം ലൈറ്റും AC ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വർക്ക് ആവൂല. ഓക്കെ, അവിടെ ഇപ്പൊ സനാഹ് ഉണ്ട് അവിടെ. ഹലോ, അവിടെയുള്ള AC കാര്യങ്ങളെല്ലാം ഓഫാക്കും, ലൈറ്റ് എല്ലാം ഓഫാക്കും, എന്നാൽ മാത്രമേ ഇൻവേർട്ടർ അവിടെ ബാക്കപ്പ് ഉണ്ടാവും. എല്ലാം ഓഫാക്കും, എല്ലാം സ്വിച്ച് ഓഫ് ആക്കും, ഓണാക്കുന്ന സ്വിച്ച് എല്ലാം ഓഫാക്കും. ഹലോ ഹലോ. അപ്പോ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ എന്താണ് അതിന്റെ ഒരു സ്ട്രക്ചർ മനസ്സിലായിട്ടുണ്ടാവും. മൊത്തം സ്ട്രക്ചറും കാര്യങ്ങളും എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ടാവും, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. ഇന്ത്യൻ മാർക്കറ്റ് ആണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് എൻട്രി നമുക്ക് ഇതായി വരുന്നത്ര. ഓക്കെ അല്ലേ ഏകദേശ കാര്യങ്ങള്? ഓക്കെ. അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളും ചോദിക്കാക്ക. എന്തായാലും നമുക്ക് ഇപ്പോ ഒരു 2 മണിക്കൂർ ആയപ്പോൾ ഓൾറെഡി സെക്ഷൻ തുടങ്ങിയിട്ട് നമുക്ക് വൈൻഡപ്പിന് സമയമായിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഏതാ രണ്ടുപേരേ ഉള്ളൂ അല്ലേ? ബാക്കി എല്ലാവരും കിറ്റടിച്ച് അവരോടൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് ഓൾറെഡി. അപ്പോ വിനോദ് PS അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്താണ് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എന്തെങ്കിലും ക്ലാരിറ്റി വരുത്താം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ അല്ലേ? ഓക്കെ ഫൈൻ. അങ്ങനെയാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത്. ഓൾറെഡി ടൈം നെക്സ്റ്റ് സെക്ഷൻ ടൈം ആയിട്ടുണ്ട്. ഓക്കെ ഫൈൻ.